ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേക്ക് മഹത്വം നൽകുന്നു. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, കർത്താവേ, ഞങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണമായി ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അങ്ങയുടെ കയ്യിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ, 2 പ്ലാറ്റ്ഫോമുകൾ ദൈവാത്മാവേ, അവിടുത്തെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ മൂടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഭയായി ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. യേശുവേ, അളവിൽ കവിഞ്ഞ ഒരു സാന്നിധ്യം ഇന്നും ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയേണ്ടതിന്, ദൈവത്തിൻ്റെ ജീവന്റെ ശക്തി ഇന്നും ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയേണ്ടതിന്, ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ഇന്നും ഗ്രഹിക്കാൻ കഴിയേണ്ടതിന്, അപ്പാ, അവിടുന്ന് ഞങ്ങൾക്ക് അനുവാദം തരികയും ഞങ്ങളെ ആ ആത്മീയ അന്തരീക്ഷത്തിലേക്ക് നയിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വചനത്തെ തടയുന്ന, വചനത്തിന്റെ വെളിപ്പാടുകളെ തടയുന്ന, വിടുതലുകൾ തടയുന്ന, ദൈവ സാന്നിധ്യം തടയുന്ന, ഏകാഗ്രത തടയുന്ന, ആത്മീയ ഉന്മേഷം തടയുന്ന, വിടുതൽ തടയുന്ന, കൃപാവരങ്ങളുടെ ജ്വലനം തടയുന്ന എല്ലാ അന്ധകാര ശക്തികളെയും, സ്വർലോകങ്ങളിൽ വ്യാപരിക്കുന്ന സകല ദുർഭൂതങ്ങളെയും, സകല പൈശാചിക കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിനെയും പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളതിനെ റദ്ദ് ചെയ്ത് കളയുന്നു. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ, ദൈവമഹത്വം വ്യാപരിക്കട്ടെ. 5 വൻകരകളിലും ദൈവത്തിൻ്റെ അത്യന്ത ശക്തി അലയടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹോളി സ്പിരിറ്റ്, ദൈവമേ, അങ്ങയുടെ ജീവന്റെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. യൂട്യൂബിലും സൂമിലുമായി ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്തൃകരങ്ങളിൽ സമർപ്പിക്കുന്നു. 5 വൻകരകളെയും ദൈവം ഇന്ന് തുറന്നു വിടണമേ. അസംഖ്യം ജനം ദൈവവചനം കേൾക്കാൻ ദാഹത്തോടെ, വെമ്പലോടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കട്ടെ. ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ജീവൻ ഇതിനകത്ത് വ്യാപരിക്കണമേ. ആത്മാവിന്റെ അത്യന്ത ശക്തി ഇതിനകത്ത് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷമുള്ള എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാൻ, കർത്താവിൻ്റെ വചനത്തെ ഒരുമിച്ച് പഠിക്കാൻ, ചിന്തിക്കാൻ ദൈവം തരുന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണോ, കഴിഞ്ഞ വെള്ളിയാഴ്ചയെന്നാണോ അതോ ബുധനാഴ്ചയെന്നാണോ എന്നറിയത്തില്ല, ഇതിനകത്ത് ശുശ്രൂഷിച്ച ഒരു വചനത്തിനകത്ത് അതൊരു രോഗസൗഖ്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു മെസ്സേജ് ആയിരുന്നു. ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു. എനിക്ക് മെസ്സേജ് ഇട്ട് എനിക്ക് പെട്ടെന്ന് ആ ഒരു ഡേറ്റ് എനിക്ക് ഓർമ്മ വരുന്നില്ല, ആഴ്ച എനിക്ക് ഓർമ്മ വരുന്നില്ല. യൂട്യൂബിൽ മെസ്സേജ് കാണുന്ന ഒരു സഹോദരി നമ്പർ എടുത്ത് അയച്ചതാണ്, നമ്പർ എടുത്ത് അവരുടെ സാക്ഷി ഇട്ടതാണ്. കഴിഞ്ഞ ദിവസം സംസാരിച്ച ആ ദൈവവചനത്തിനകത്ത് അവസാന സമയം അവരാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വന്നപ്പം ഞാൻ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്തായിരുന്നു,
രോഗികൾ ഇന്ന് സൗഖ്യമാകും. വിശ്വസിക്കുന്നവരുടെ മേൽ ആ ദൈവശക്തി വെളിപ്പെടും. അസ്ഥി തേയ്മാനങ്ങളൊക്കെ സൗഖ്യമാകുന്നു എന്നും കാൽമുട്ട് വേദന സൗഖ്യമാകുന്നു എന്നൊക്കെ ആത്മാവിൻ്റെ ഒരു ഉറപ്പോടെ വിശ്വാസത്തോടെ ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചേക്കുന്നു, പാസ്റ്ററെ ഞാനിങ്ങനെ യൂട്യൂബിൽ കാണുന്ന ഒരു വ്യൂവറാണ്, കഴിഞ്ഞ ദിവസത്തെ ഇന്ന ആഴ്ചത്തെ, അതായത് എനിക്ക് ദിവസം ഓർമ്മ വരുന്നില്ല പെട്ടെന്ന് ആലോചിച്ചപ്പോൾ, ഇന്ന ദിവസത്തെ ആ മെസ്സേജ് ഭയങ്കര പവർഫുൾ ആയിരുന്നു എന്ന് മാത്രമല്ല, അന്നത്തെ ആ മെസ്സേജ് കഴിഞ്ഞുള്ള പ്രാർത്ഥനയിൽ വലിയ സൗഖ്യം അമ്മയുടെ മേൽ വെളിപ്പെട്ടു. എൻ്റെ അമ്മ ഒട്ടും മേലാതെ ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ ആ മെസ്സേജും ആ അവസാനത്തെ ആ ഒരു പ്രെയറും ഭയങ്കര പവർഫുൾ ആയിരുന്നു. അമ്മയുടെ കാൽവേദന എത്രയോ മാസം കൊണ്ടോ വർഷം കൊണ്ടോ നാളുകൊണ്ടോ ഉള്ള ആ കാലിൻ്റെ നീരും വേദനയും പൂർണ്ണമായിട്ട് ഹീലായി പാസ്റ്ററെ, നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വലിയ ഫേവറാണത്, കർത്താവിൻ്റെ വലിയ ഫേവറാണ് ആ ഒരു സൗഖ്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത്. അതും ഇങ്ങനൊരു ഓൺലൈൻ മാധ്യമത്തിലൂടെ ദൈവം അങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭയങ്കര വലിപ്പം കൊണ്ടാണ് കേട്ടോ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭയങ്കര വലിപ്പം കൊണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട് പറഞ്ഞതുപോലെ ചെയ്യുന്നൊരു ദൈവമുണ്ടെന്ന്. പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നിങ്ങളും കൂടെ അതുപോലെ വിശ്വസിക്കണം, നിസ്സംശയം വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച ആ അമ്മയുടെ മേൽ വന്ന സൗഖ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ സഹോദരിയോർത്ത് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും കർത്താവായ യേശു ക്രിസ്തുവിന് അർപ്പിക്കുകയാണ്. കാരണം യേശുവാ വന്ന് നിങ്ങളെ തൊട്ടെ, നിങ്ങളുടെ വിശ്വാസത്തിൽ യേശുവാ തൊട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആവർത്തന വിരസതയൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നേ ഇതൊരു ഓൺലൈൻ മീറ്റിംഗ് ആയിട്ട് മാത്രം നിങ്ങൾ കാണല്ലേ, ഇതൊരു ചേർച്ചായിരുന്നാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ അങ്ങനെ അതിനെ കാണുന്നേ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി ദൈവമക്കൾ ഈ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, എൻ്റെ കർത്താവേ എന്ത് മെച്ചം ഉണ്ടായിട്ടാണ് നാഥാ, ഈ ദൈവവചനത്തിൻ്റെ ഒരു വലിയ പുഷ്ടിയല്ലയോ ഈ ജനത്തെ എല്ലാം ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്, ജനത്തെ ബലപ്പെടുത്തി നിർത്തുന്ന ദൈവവചനത്തിൻ്റെ പുഷ്ടിയല്ലേ. ആ ദൈവവചനത്തോടുള്ള നിങ്ങളുടെ എല്ലാ ദാഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വീണ്ടും പറയുക, നിങ്ങൾ വിശ്വസിക്കുന്ന ഓരോ ദിവസത്തെയും വചനം എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ അല്ല കേട്ടോ. ഓരോ ദിവസവും ഈ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവ് സംസാരിക്കുന്ന, ദൈവം നമ്മളെ അറിയിക്കുന്ന, ദൈവം നമ്മുടെ മേൽ പകരുന്ന, ഒന്നും കൊടുത്തു വാങ്ങാൻ കഴിയാത്ത ദൈവ സാന്നിധ്യത്തിന് പകരമായി ഒന്നുമില്ല. നിങ്ങൾ ആ സാന്നിധ്യത്തിൽ വിശ്വസിക്കുന്നേ, കർത്താവ് വലിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. കർത്താവ് വലിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ദൈവവും ദൈവത്തിൻ്റെ വചനവും, ദൈവത്തിൻ്റെ വചനം ദൈവത്തോളം വിശ്വസ്തമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ സഹോദരിയുടെ അമ്മയ്ക്കുണ്ടായ സൗഖ്യം, ആ സഹോദരിയുടെ ജീവിതത്തിലുണ്ടായ സന്തോഷം, ആ സഹോദരിയുടെ ചിന്തയ്ക്കകത്തുണ്ടായ വ്യത്യാസം, എന്തെല്ലാം കാര്യങ്ങൾ ആ ഒരു സൗഖ്യത്തിനകത്തൂടെ കർത്താവ് ചെയ്തതെന്നറിയാവൂ. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ചെയ്യും, എല്ലാവരുടെ ജീവിതത്തിലും ചെയ്യും. ഇന്ന് കേൾക്കുന്ന വചനത്തിനകത്തും നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യം ചെയ്യും. കർത്താവിന് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ, ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. വിശ്വസിക്കാത്തവർക്ക് വേണ്ടി ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവസാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയ്ക്കാം, എല്ലാ കണ്ണുകളും. അപ്പോൾ ഒരു പുതിയ വിശ്വാസത്തിൻ്റെ വരം എനിക്ക് തരണേ എന്നൊന്ന് പ്രാർത്ഥിച്ച്, ആ പുതിയ വിശ്വാസത്തിൻ്റെ വരം പ്രാർത്ഥിച്ച് എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ പുതിയ ഒരു വിശ്വാസം, ആ സഹോദരിയുടെ മേൽ നടന്ന പോലത്തെ സൗഖ്യങ്ങൾ, ആ സഹോദരിയുടെ ജീവിതത്തിൽ നടന്നതുപോലത്തെ വ്യത്യാസം, ആ സഹോദരിയുടെ ജീവിതത്തിൽ നടന്നതുപോലത്തെ ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രിയിൽ നമ്മുടെയും ജീവിതത്തിൽ ചെയ്യാൻ വിശ്വസ്തരായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രിയിൽ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ.
വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പിതാവേ, ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ വചനത്തിലൂടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കായും അത്ഭുതങ്ങൾക്കായും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പനെ, ഇന്നും ഞങ്ങൾക്ക് വലിയൊരു ദൈവാനുഭവം അവിടുന്ന് തരണമേ. ഇന്ന് ഞങ്ങൾക്ക് വചനത്തിൻ്റെ ശക്തി പകർന്നു തരണമേ. തൃക്കരങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ 2 പ്ലാറ്റ്ഫോമുകളെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ സമയം മുതൽ അപ്പാ, ഈ മൈക്രോഫോൺ അങ്ങയുടെ കരങ്ങളിൽ ഇരിക്കട്ടെ. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചാലും, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തി അയച്ചാലും, അങ്ങ് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചാലും, അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതിനായി ഞങ്ങൾ വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യുന്നു. മേലാൽ കേൾക്കുന്ന ശബ്ദം എൻ്റെ കർത്താവിൻ്റെതാകയാൽ നന്ദി. മഹത്വം മുഴുവൻ അങ്ങേക്ക്. ആ തിരുസ്വരത്തിനു വേണ്ടി, ആ തിരുശബ്ദത്തിനു വേണ്ടി ഞങ്ങളെ തന്നെ താഴ്മയോടെ ഒരുക്കി സമർപ്പിക്കുന്നു പ്രിയ പിതാവേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷത്തോടെ സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം നമ്മുടെ ചിന്തയ്ക്ക് ആസ്പദമായി എടുക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള ദൈവവചനമാണ് വായിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. അനന്തരം കർത്താവ് വേറെ അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ. പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വച്ച് ആരെയും വന്ദനം ചെയ്യുകയും അരുത്. ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനം എന്ന് ആദ്യം പറവിൻ. അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പിൻ. വേലക്കാരൻ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നു എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഭക്ഷിപ്പിൻ. അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറവിൻ. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറവിൻ. ആ പട്ടണത്തെക്കാൾ സൊദോമ്യർക്ക് ആ നാളിൽ സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവായ യേശുക്രിസ്തു 12 ശിഷ്യന്മാരെ കൂടാതെ വീണ്ടും വേറെ 70 പേരെ നിയമിച്ചിട്ട് ഓരോരുത്തരെയും ബ്ലസ് ചെയ്ത് അവരുടെ മിനിസ്ട്രിക്ക് വേണ്ടി അവരെ ഓർഡൈൻ ചെയ്ത് അയക്കുന്ന ഒരു ഭാഗമാണ് വായിച്ചത്.
പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, കർത്താവായ യേശു ക്രിസ്തു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് വലിയ വലിയ ദൈവശബ്ദങ്ങൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ആ ദൈവശബ്ദങ്ങളാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി, ഇന്ന് നമ്മുടെ വിടുതലിന് ആധാരമായി പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചേക്കുന്നത്. ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ വീട്ടിലെ സമാധാനപുത്രനാണോ എന്നുള്ളതാണ്. നിങ്ങൾ വീട്ടിലെ സമാധാനപുത്രനാണോ എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താ വിഷയം. ആ ചിന്താ വിഷയത്തിനകത്ത് നിന്ന് വീട്ടിൽ ഒരു സമാധാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വീട്ടിൽ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വീട്ടിലൊരു വ്യത്യാസം വരണമെന്ന് കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വീട്ടിലൊരു ഡെലിവറൻസ് ഉണ്ടാകണം, വീട്ടുടയവർക്കൊരു ഡെലിവറൻസ് ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കൈമാറുകയാണ്. ദൈവാത്മാവ് ഇന്നത് ചെയ്യും നിങ്ങളുടെ വീട്ടിൽ. ദൈവാത്മാവ് ഇന്ന് നിങ്ങളുടെ വീട്ടിൽ അത് ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ അത് ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ അത് ചെയ്യും. നിങ്ങൾ എവിടെ ഇരുന്നാണോ ഈ സമാധാനപുത്രന്റെ വേഷം അണിഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എവിടെ ഇരുന്നാണോ ഈ സമാധാനപുത്രനാണ് ഞാനെന്ന് നിങ്ങൾ ദൈവത്തോട് പറയുന്നത്, നിങ്ങൾ എവിടെ നിന്നാണോ ഈ സമാധാനപുത്രൻ ഞാനാണ് കർത്താവേ എന്ന് പറയുന്നത്, അത് സ്വന്തം ദേശത്തിലാണെങ്കിലും അന്യദേശത്തിലാണെങ്കിലും, സ്വന്തം രാജ്യത്തിലാണെങ്കിലും അന്യരാജ്യത്തിലാണെങ്കിലും, സ്വന്തം ഗ്രാമത്തിലാണെങ്കിലും മറ്റു ഗ്രാമങ്ങളിലാണെങ്കിലും, നിങ്ങൾ എവിടെ നിന്നാണോ ദൈവത്തോട് ഈ വചനത്തെ നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ ഇതിന് ആമേൻ പറയുന്നത്, അവിടെ ഇന്ന് രാത്രി സ്വർഗം ഒരു സമാധാനം അയക്കാൻ പോകുകയാണ്. അസമാധാനത്തിനകത്ത് നിന്നുകൊണ്ട്, ഒരു സ്വസ്ഥതയില്ലാതെ നിന്നുകൊണ്ട് ഈ സന്ദേശത്തിന്റെ മുമ്പിലേക്ക് ആത്മാവ് നയിച്ച്, ആത്മാവ് അയച്ചിരിക്കുന്ന ആരോടോ ദൈവാത്മാവ് പറയുന്നു, നീ എന്ത് കാര്യം കൊണ്ടാണോ നീ അസമാധാനത്തിൽ നിൽക്കുന്നത്, ആ വിഷയത്തിന്റെ മേൽ ദൈവം ഇന്ന് പകൽ ഒരു മറുപടി അയക്കാൻ പോകുക. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. 12 പേർ മതിയാകുന്നില്ല എന്ന് അറിഞ്ഞിട്ടാണോ കർത്താവ് 70 പേരെ നിയമിച്ചത്? 12 പേർ കൊള്ളാത്തത് കൊണ്ടാണോ 70 പേരെ കൂടെ നിയമിച്ചത്? 12 പേരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വലിയ വേല ഉണ്ടെന്നറിഞ്ഞത് കൊണ്ടാണോ 70 പേരെ നിയമിച്ചത്? 12 പേരെ കൊണ്ട് ചെയ്താലും തീരാത്തത്രയും മിനിസ്ട്രി ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് വേറെ 70 പേരെ കർത്താവ് നിയമിച്ചത്. 70 പേരും കർത്താവിന്റെ കൂടെ നിന്നോ? ഇല്ല, നിന്നില്ല. ഇതിനകത്ത് ഒത്തിരി പേർ കർത്താവിനോട് ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ, 57-ാമത്തെ വാക്യം നോക്കിയേ. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ഭയങ്കര മെസ്സേജാ. നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. അങ്ങനെ പറഞ്ഞവർ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ടാകും. യേശു അവനോട് കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായിപ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് മുന്നേ ആൾ അപ്രത്യക്ഷമായി. നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാൻ കർത്താവേ, ആ സാന്നിധ്യം മാത്രം എന്റെ കൂടെ മതി എന്ന് പറഞ്ഞ് ഇറങ്ങിയവൻ കേറി താമസിക്കാൻ എനിക്കൊരു ഇടമില്ല എന്നറിഞ്ഞപ്പോ ആ വാക്കിൽ നിന്ന് അങ്ങ് പിന്തിരിയുക. കൂടെ വരാന്ന് പറഞ്ഞപ്പോ കാര്യം ഇച്ചിരി പാടുള്ളതെന്ന് പറഞ്ഞപ്പോ ആ ശുശ്രൂഷയ്ക്കുള്ള ആ ആശയിൽ നിന്ന് പിന്തിരിയുന്നു. അടുത്ത വ്യക്തിയെ കാണുക. വേറൊരുത്തനോട് യേശു അങ്ങോട്ട് പറയുക, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാറേ അവൻ, ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. ആ സെലക്ഷന്റെ വ്യത്യാസം നോക്കുക. ആദ്യം ഒരാൾ ഇങ്ങോട്ട് വന്ന് പറയുന്നു, അയ്യോ ഭയങ്കര പവർഫുൾ മിനിസ്ട്രി ആണല്ലോ കർത്താവേ, നീ എവിടെ പോയാലും ഞാനുണ്ട് കേട്ടോ നിന്റെ കൂടെ. ഇങ്ങോട്ട് വന്നതാ. പക്ഷെ അവനോട് ദൈവം പറഞ്ഞെന്ന് വെച്ചാൽ കൂടിക്കോ, പക്ഷേ കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് കൂടുകൊണ്ട് മനുഷ്യപുത്രനോ തലചായ്ക്കാൻ മണ്ണിലൊരിടയില്ല എന്ന് പറഞ്ഞതും കാര്യം വഷളാന്നറിഞ്ഞ അവൻ അങ്ങ് പിന്മാറി. രണ്ടാമത്തവനെ അങ്ങോട്ട് പോയി ദൈവം വിളിക്കുക, അങ്ങോട്ടൊരു സെലക്ഷൻ വീഴുക, അങ്ങോട്ട് ചെന്ന് കർത്താവ് സെലക്ട് ചെയ്യുക, അങ്ങോട്ട് ചെന്ന് കോളിംഗ് കൊടുക്കുക, അങ്ങോട്ട് ചെന്ന് ഇൻവൈറ്റ് ചെയ്യുക. മോനെ നീ എന്നെ അനുഗമിക്കുക. അവന്റെ സാഹചര്യം ഏതാന്ന് അറിയത്തില്ല, അവൻ എന്താ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് അറിയത്തില്ല, അവൻ ഏത് സമുദായക്കാരനാന്ന് അറിയത്തില്ല. പക്ഷേ ഒരു സെലക്ഷൻ അവന്റെ മേൽ വീഴുക, നീ എന്നെ അനുഗമിക്കാനുള്ളവനാന്ന് ഞാൻ നിന്നിൽ കാണുന്നു, നീ എന്റെ നാമം കയ്യിലെടുക്കാനുള്ളവനാന്ന് ഞാൻ കാണുന്നു, നീ ഞാൻ ചെയ്ത വേലയുടെ ബാക്കി ചെയ്യാനുള്ളവനാന്ന് ഞാൻ കാണുന്നു, നീ എന്നെ അനുഗമിക്കാം. പക്ഷെ അവൻ പറയുന്ന എക്സ്ക്യൂസ് ആണ് ഞാൻ അടുത്ത പറയുന്നത്. മുമ്പേ പോയി
എൻ്റെ അപ്പനെ കുഴിച്ചിടാനുള്ള അനുവാദം തരണം, പുള്ളിക്കാരൻ മരിച്ചുപോയി. അവിടെ ഒരു എക്സ്ക്യൂസ് പറയുക. ആദ്യത്തെ ആള് പറയുന്നു, ഞാൻ നിന്നെ അനുഗമിക്കാം. കർത്താവ് അവനെ തെരഞ്ഞെടുത്തില്ല. രണ്ടാമത്തെ ആളെ കർത്താവ് അങ്ങോട്ട് പോയി സെലക്ട് ചെയ്യുന്നു. അവൻ കർത്താവിനെ തെരഞ്ഞെടുത്തില്ല. ഹല്ലേലൂയ. അവൻ കർത്താവിനെ തെരഞ്ഞെടുത്തില്ല. മൂന്നാമത്തത്, മറ്റൊരുത്തൻ കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാമെന്നുള്ളവനല്ല. നിങ്ങൾ 3 വ്യത്യസ്ത പശ്ചാത്തലങ്ങളിലാണ് ഈ കാര്യത്തെ പഠിക്കേണ്ടത്. ഒന്നാമത്തെ ആള് യേശുവിനോട് ഒന്നും പറയാതെ ആ നടക്കുന്ന മിനിസ്ട്രിയും നടക്കുന്ന വിടുതലും ദൈവനാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളും ജനം അനുഭവിക്കുന്ന ആനന്ദവും ഒക്കെ കണ്ട് ആ ഒരു പുറം മൂടി മാത്രം കണ്ടിട്ട്, ആഹാ ഇത് കൊള്ളാൽ, ഈ സിദ്ധന്റെ കൂടെ നടന്നാൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് ഒന്നും അറിയാതെ യേശുവിനെ പിന്തുടരുന്ന മാർഗത്തിൽ വരുന്ന ക്രൂശിന്റെ വഴികളൊന്നും അറിയാതെ, യേശുവിനെ പിന്തുടരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ ഇങ്ങോട്ട് വന്ന് പറയുകയാണ്, നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട് കർത്താവേ. യേശു പുള്ളിക്കാരനെ അനലൈസ് ചെയ്തിട്ട് കാര്യം പറഞ്ഞു. മോനെ, കിടക്കാൻ ഒരു നേരം കേറി കിടക്കാൻ ഒരു വഴിയമ്പലം എങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നീ വിട്ടേച്ചു പോകുമെന്ന് ഞാൻ കാണുന്നു. അതുകൊണ്ട് വെറുതെ ഇപ്പോഴേ ബുദ്ധിമുട്ടേണ്ട കാര്യം അങ്ങോട്ടങ്ങ് പറയുക. രണ്ടാമത്തവൻ യേശുവിനെ തെരഞ്ഞെടുത്തതല്ല, യേശു അവനെ സെലക്ട് ചെയ്തതാ. രണ്ടാമത്തവനോട് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കണം, കാരണം നിന്നെ വിളിച്ചിരിക്കുന്ന വിളി അങ്ങനെ ഒരു വിളിയാ. അവൻ അപ്പൻ മരിച്ച വേദനയിൽ ഇരിക്കുമായിരുന്നു. ആ സമയം പോയി അവന്റെ മേലൊരു വിളി വീണു. കാര്യം നോക്കണം, അവൻ അപ്പൻ മരിച്ച വേദനയിൽ ഇരിക്കുമായിരുന്നു. ആ സമയത്താണ് സെലക്ഷൻ വീഴുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ ഒരു വേദനയിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് സെലക്ഷൻ അവന് വീഴുന്നത്. ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ ഒരു അവസ്ഥയിൽ ഇരിക്കുമായിരുന്നു. ആ സമയത്തായിരുന്നു ആ സെലക്ഷൻ അവന്റെ മേൽ വീഴുന്നത്. നിങ്ങളുടെ മേൽ ഒരു ദൈവത്തിന്റെ സെലക്ഷൻ വരുന്നത് നിങ്ങൾ ആനന്ദമായിരിക്കുന്ന അനുഭവത്തിലായിരിക്കത്തില്ല. നിങ്ങളുടെ മേലൊരു കർത്താവിന്റെ പദ്ധതി ഉണ്ടെന്ന് ഒരാൾ വന്ന് പറയുന്നത് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കുമ്പോൾ ആയിരിക്കത്തില്ല. നിങ്ങളോടൊരു പ്രവചന ശബ്ദം നിങ്ങൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വരുന്നത് ഒരിക്കലും നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മൊമെന്റിലായിരിക്കത്തില്ല. ഇവിടെ ഈ മനുഷ്യന് ദൈവവിളി ഉണ്ടായത് അപ്പൻ ജീവിതത്തിൽ നിന്ന് വേർപെട്ടു പോയ സമയം, അപ്പൻ മരിച്ച വേദനയിലിരിക്കുന്ന ഒരു മകനാണ് ഈ കോളിംഗ് വന്ന് വീഴുന്നത്, നീ എന്നെ അനുഗമിക്കുക. അവൻ അവിടെ ഉടനെ ഫാമിലിയായി കണക്റ്റായി, ഫാമിലിക്കകത്ത് ആകെ കുടുങ്ങിക്കിടക്കുന്ന ഒരു മകനാ, ആകെ ഫാമിലിക്കകത്ത് ആകെ തളയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു മകനാന്ന് വേണമെങ്കിൽ പറയാം. അവന് വീട് വിട്ട് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് പറയുന്നു, കർത്താവേ ഞാൻ വരത്തില്ലെന്നല്ല, പക്ഷേ എനിക്ക് ചില എക്സ്ക്യൂസ് പറയാനുണ്ട്. അപ്പൻ മരിച്ചുപോയി, അപ്പനെ കുഴിച്ചിട്ടിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്നെ ദോഷം പറയും. അതുകൊണ്ട് അപ്പനെ കുഴിച്ചിട്ടിട്ട് ഇത്ര സമയത്തിനകത്ത് ഞാൻ വന്നേക്കാം. കർത്താവ് പറഞ്ഞിടാ, ഞാൻ നിന്നെ വിളിച്ച വിളിയുടെ മഹത്വം എന്താന്ന് നീ അറിയുമെങ്കിൽ നീ ഈ കാര്യം എന്നോട് പറയത്തില്ല. മരിച്ചവരെ കുഴിച്ചിടും, നീ എന്നെ അനുഗമിക്കുക. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, താങ്കൾ യേശുവിനെ അറിഞ്ഞതിന്റെ പിന്നിൽ ഇതുപോലെ ഒരു ദുഃഖത്തിന്റെ അവസരം അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടാകും. താങ്കളുടെ മേൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നൊരു സന്ദേശം അറിഞ്ഞതിന്റെ പിന്നിൽ ഇതുപോലെ ചില വിയോഗങ്ങൾ ഉണ്ടായിരിക്കും. ഇതുപോലെ പ്രിയപ്പെട്ട ചിലർ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ട സമയത്തായിരിക്കും നീ യേശുവിനെ ആദ്യമായിട്ട് അറിയുന്നത്, അല്ലെങ്കിൽ നീ യേശുവിനെ കുറച്ചും കൂടെ അടുത്തറിയുന്നത്. ഇതുപോലെ നിനക്കുണ്ടെന്ന് പറഞ്ഞ പലരും ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നീങ്ങിപ്പോയ ഒരു സമയത്തായിരിക്കും നീ യേശുവിനെ കുറിച്ച് കൂടുതൽ കേൾക്കുന്നതും അറിയുന്നതും. അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ അന്ത്യം വരെ കാണുമെന്ന് യേശുവിനോട് പറഞ്ഞതുപോലെ കാണുമെന്ന് പറഞ്ഞ വ്യക്തികളൊക്കെ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് നമ്മളെയൊക്കെ ഉപേക്ഷിച്ച് അവരൊക്കെ മാറിപ്പോയ സമയത്തായിരിക്കും താങ്കൾ ഇതുപോലെ യേശുവിനെ വേണ്ടി ഒരു വിളി നിങ്ങളുടെ മേൽ വീഴുന്നതും നിന്നെ യേശു തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് ഒരാൾ വന്ന് പറയുന്നതും. കമോൺ, എക്സ്ക്യൂസ് പറയാതെ നിന്നോട് ദൂത് പറഞ്ഞവനേക്കാളും, നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവനേക്കാളും, നിന്നെ വിട്ടേച്ചു പോയവരെക്കാളും, നിങ്ങളെ ഉപേക്ഷിച്ചു പോയവരെക്കാളും ഈ കർത്താവിനെ നീ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ കുഞ്ഞെ, നിന്റെ ജീവിതത്തിന്റെ മുഖഛായ മാറുന്നൊരു ദിവസമായത്. നിന്റെ ജീവിതത്തിന്റെ മുഖഛായ മാറുന്നൊരു ദിവസമായത്. എക്സ്ക്യൂസ് പറയാതെ ആമേൻ പറയാം.
അടുത്ത വാക്ക്, ഈ രണ്ട് സെലക്ഷനും ഈ രണ്ട് കാര്യങ്ങളും കേട്ടോണ്ടിരുന്ന വേറൊരുത്തൻ കർത്താവ് വിളിക്കാതെയും കർത്താവിനോട് ചോദിക്കാതെയും ഇങ്ങോട്ട് വന്ന് തന്നെ പറയുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ എന്നും ചോദിക്കുന്നില്ല, നേരത്തെ പറയണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നില്ല. സഡൻലി വന്നൊരു വിശ്വാസം എന്ന് വെച്ചാ ശ്രദ്ധിച്ചൊന്ന് കേട്ടെ. വിളിക്കാതെയും പ്ലാൻ ചെയ്യാതെയും പറയുന്നൊരു വാക്കുണ്ട്. മറ്റൊരുത്തൻ, കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം. അത് അപ്പോഴെന്തോ കേട്ട കർത്താവിന്റെ ആളെ വേണം, ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ചാടി വീണ റെസ്യൂം കൊടുക്കുന്ന പോലെ, കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം. പക്ഷെ ഒരു കാര്യം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് പോയി യാത്ര പറയണം. അവിടെ മരിച്ചിട്ടും ഇല്ല, ഒന്നും നഷ്ടപ്പെട്ടിട്ടും ഇല്ല, പക്ഷെ എനിക്കൊരു ഉദ്യോഗം കിട്ടി എന്ന് പറഞ്ഞേച്ച് പുള്ളിക്കാരന്റെ ബാഗ് എടുത്ത് പുറപ്പെടണമെന്നാ പറഞ്ഞേ. പക്ഷേ ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് ഇവൻ പറഞ്ഞു പോയി. വാക്ക് കണ്ടോ, ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് ആദ്യം പറഞ്ഞു പോയി. ഉടനെ അത് അവന്റെ സമ്മതമായി യേശു സ്വീകരിച്ച് കഴിഞ്ഞു. ശേഷം പറയുന്നു, എൻ്റെ വീട്ടിലുള്ളവരോട് പോയി യാത്ര പറയാനൊരു പെർമിഷൻ എനിക്ക് തരണം. ഞാനൊരു കാര്യം എന്നോട് പറയട്ടെ, എടാ മോനെ, നിനക്ക് ചെയ്യായിരുന്നു. ഞാൻ വീട്ടിലുള്ളവരോട് യാത്ര പറഞ്ഞേച്ചു വന്നിട്ട് ഞാൻ നിന്നെ അനുഗമിക്കാൻ കർത്താവേ എന്ന് പറഞ്ഞെങ്കിൽ കർത്താവ് ഒന്നും പറയത്തില്ല. പക്ഷെ ആദ്യം ഇവൻ കൊടുത്ത സമ്മതം, ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ തിരിഞ്ഞു നോക്കരുത്. ഞാൻ ഇന്ന് രാത്രിയിൽ ആരോടോ ഈ ദൂത് സംസാരിക്കുകയാണ്. ഈ കലപ്പമേൽ കൈവച്ചിട്ട്, ചിലതിനെയൊക്കെ ഉഴുതു മറിക്കാനുള്ള കലപ്പമേൽ കൈവച്ചിട്ട്, ചിലതിനെയൊക്കെ ഉഴുത് കട്ട ഉടയ്ക്കാനുള്ള സെലക്ഷനിലേക്ക് ദൈവം നിന്നെ അപ്പോയിന്റ് ചെയ്തിട്ട്, ഈ കലപ്പം നിയന്ത്രിക്കാനുള്ള ഒരു പിടി നിനക്ക് കിട്ടിയിട്ട്, ഈ കലപ്പ കൊണ്ട് ചില നിലമൊക്കെ ഒന്ന് ഉഴുതു മറിക്കാൻ വേണ്ടി നീ ഡിസിഷൻ എടുത്തിറങ്ങിയിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ശപിക്കപ്പെട്ടവനാ. ഈ കലപ്പമേൽ നീ കൈവച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് എന്റെ കർത്താവിന് ചിലടം ഉഴുതുമറിക്കാൻ പദ്ധതിയുണ്ട്. ചില നിലങ്ങൾ കൃഷിക്ക് യോഗ്യമാക്കാൻ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ചില നിലങ്ങൾ കൃഷിക്ക് യോഗ്യമാക്കാൻ ദൈവം നിന്റെ കയ്യിൽ ഒരു കലപ്പ ഏൽപ്പിച്ചിട്ടുണ്ട്. ചില നിലങ്ങൾ കൃഷിക്ക് യോഗ്യമാക്കാൻ, ചിലതിനെയൊക്കെ നിയന്ത്രിക്കാൻ ദൈവം നിന്റെ മേൽ ഒരു നിയോഗം ഇട്ടിട്ടുണ്ട്. ഈ 3 ഘട്ടങ്ങളിലുള്ള വ്യക്തികളെ പഠിച്ചിട്ട് വേണം താഴേക്ക് നോക്കാൻ. അനന്തരം കർത്താവ് വേറെ 70 പേരെ എന്ന് വെച്ചാൽ സെലക്ട് ചെയ്തവരെല്ലാം, കൂടെ നിൽക്കാന്ന് പറഞ്ഞവരെല്ലാം ഓരോരോ എക്സ്ക്യൂസ് പറയുന്നു. ദൈവത്തിന് ഒട്ടും തന്നെ പറ്റാത്ത കാര്യം അത് എക്സ്ക്യൂസ് പറയുക. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പ് ഈരണ്ടായി അയച്ചു. നിങ്ങളെ വാക്ക് ശ്രദ്ധിക്കുക, ഈരണ്ടായി അയച്ചു. ഫാമിലിയിൽ ദൈവം ഒറ്റയ്ക്കാണോ നിങ്ങളെ തെരഞ്ഞെടുത്തേ? ഞാൻ പറയുന്നു, ഇപ്പൊ നിങ്ങൾ 2. ഫാമിലിയിൽ ഒറ്റയ്ക്ക് ദൈവം തെരഞ്ഞെടുത്താൽ എപ്പോഴും കർത്താവ് പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരത്തില്ല. നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ ഒറ്റയ്ക്കാണ്? നല്ല, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വലിയ പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ ഇനി അടുത്ത് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വേർഡിലേക്കാണ് കേട്ടോ. ഈ വാക്യം ഒന്ന് ഞാൻ വായിച്ചിട്ട് ഞാൻ നിങ്ങളെ അങ്ങോട്ട് ലീഡ് ചെയ്യുക. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. കൊയ്ത്ത് വളരെയുണ്ട്. ദൈവത്തിന് ചെയ്യാൻ, ഞാൻ നിങ്ങളോട് സംസാരിക്കുക, ദൈവത്തിന് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ദൈവത്തിന് ചെയ്യാൻ തക്കവണ്ണം വേലക്കാരെ, ചെയ്യിക്കാൻ തക്കവണ്ണം വേലക്കാരെ, അല്ലെങ്കിൽ ഈ കൊയ്ത്തിനെ കുറിച്ച് സംസാരിക്കാൻ, ഈ കൊയ്ത്ത് നിലത്തിലേക്ക് അവനെ കൊണ്ടുപോകാൻ എൻ്റെ ദൈവത്തിന് വേലക്കാരെ കിട്ടുന്നില്ല. ദൈവത്തിന് ഈ പട്ടണത്തിൽ ചെയ്യാൻ, ദൈവത്തിന് നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് ചെയ്യാൻ, ദൈവത്തിന് നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ചെയ്യാൻ ഒത്തിരി കാര്യമുണ്ട്. അത് നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട. എൻ്റെ കർത്താവേ, എൻ്റെ വീടാകുന്ന നിലം, എൻ്റെ കുടുംബമാകുന്ന നിലം, ഞാൻ താമസിക്കുന്ന പട്ടണമാകുന്ന നിലം, ആ സ്ഥലത്ത് കൊയ്ത്തുണ്ടെന്ന് ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ വേലക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ വേലക്കാരുണ്ട്. വേലയ്ക്ക് കൊള്ളാമെന്നുള്ളവർ ചുരുക്കം. മേളി വേലക്കാരില്ലഞ്ഞിട്ടാണോ? വേലക്കാരുണ്ട്. പക്ഷെ വേലക്കാരിൽ ഒരുത്തൻ പറയുന്നു, എനിക്ക് അപ്പനെ കുഴിച്ചിടണം. രണ്ടാമത്തവൻ പറയുന്നു,
രണ്ടാമത്തവൻ പറയുന്നു എനിക്ക് വീട്ടിൽ ചെന്ന് യാത്ര ചോദിക്കണം. മൂന്നാമത്തവൻ പറയുന്നു ഒരാൾ പറയുന്നു ഞാൻ വരാം. രണ്ടാമത്തവൻ പറയുന്നു എനിക്ക് യാത്ര ചോദിക്കണം. മൂന്നാമത്തവനും അടുത്തൊരു എക്സ്ക്യൂസ് പറയും. 3 പേരും 3 വ്യത്യസ്ത എക്സ്ക്യൂസുകൾ പറയുമ്പോൾ ഒന്നും നോക്കാതെ ചാടി ഇറങ്ങാൻ കഴിയുന്ന ആരെയും കർത്താവ് കാണുന്നില്ല. അനന്തരം 70 പേരെ കർത്താവ് സെലക്ട് ചെയ്തിട്ട് ഈരണ്ടായിട്ട് അയച്ചു. ഈരണ്ടായിട്ട്, ഒറ്റയ്ക്ക് ആരെ അയച്ചില്ല. ദൂത് ഇതാണ്. എന്തിന് ദൈവം ഈരണ്ടായിട്ട് അയച്ചു? ഒന്നാമത്തെ കാരണം, ഒറ്റയ്ക്ക് ഇവൻ പോയി കഴിഞ്ഞാൽ ഇവൻ ചില ആക്രമണങ്ങൾക്കകത്ത് പെടാൻ സാധ്യതയുണ്ട്. ഇവനെ സഹായിപ്പാൻ കൂടൊരുത്തം വേണം. ഒറ്റയ്ക്ക് ഇവൻ പോയി കഴിഞ്ഞാൽ ഇവൻ ഈ വിശ്വാസ ജീവിതത്തിൽ തളരാൻ സാധ്യതയുണ്ട്. കാരണം കയറി ചെല്ലുന്ന എല്ലാ വീടുകളിലും ഒന്നും പുള്ളിയെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ ഇവൻ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ഇവനെ താങ്ങാൻ മറ്റൊരുത്തനും കൂടെ വേണം എന്ന് തുടങ്ങി പല കാര്യങ്ങൾക്കകത്തും സഹായത്തിന് വേണ്ടി ഈരണ്ടായി അയക്കുമ്പോൾ, തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോലും തന്നെ ഒറ്റയ്ക്ക് ആരെ അഭിഷേകം ചെയ്ത് അയക്കാതെ ഈരണ്ടായി അയക്കുമ്പോൾ തീർന്നില്ല. ഇവരൊരു ശുശ്രൂഷയ്ക്ക് ഇറങ്ങിപ്പോയി, ഇവരൊരു ദൗത്യത്തിന് ഇറങ്ങിപ്പോയി, മടങ്ങി വരുന്നതുവരെയും ഇവർ അതേ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നുള്ള, അല്ലെങ്കിൽ മടങ്ങി വരുന്നതുവരെയും ഇവർ അനുഭവിക്കാൻ സാധ്യതയുള്ള സകല കാര്യങ്ങളെയും മുൻകണ്ടിട്ട് ഈരണ്ടായി 70 പേരെയും കർത്താവ് അയക്കുമ്പോൾ, ഒറ്റയ്ക്ക് നിന്ന് നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നും, ഒറ്റപ്പെട്ടാൽ നിനക്കൊന്നും ചെയ്തെടുക്കാൻ കഴിയത്തില്ലെന്നും, ഒറ്റപ്പെടുന്നതിന്റെ അവസ്ഥ എന്താണെന്നും, ഒറ്റപ്പെടലിനകത്തു വരുന്ന ദുരന്തം എന്താണെന്നും തിരിച്ചറിയുന്ന ദൈവം ഇന്ന് രാത്രിയിൽ വീട്ടിനകത്തുനിന്ന് ഒറ്റയ്ക്ക് വിളിച്ചിട്ടുള്ള താങ്കളെ നോക്കി സംസാരിക്കുന്നു. നിനക്കൊറ്റയ്ക്ക് ആ കാര്യം ചെയ്തു തീർക്കാൻ, നിനക്കൊറ്റയ്ക്ക് അവിടം വരെ പോകാൻ, നിനക്കൊറ്റയ്ക്ക് ഈ കാര്യത്തിനൊരു പൂർത്തീകരണം വരുത്താൻ, നിനക്കൊറ്റയ്ക്ക് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പറ്റത്തില്ലെന്നറിയുന്ന നല്ല ദൈവം തക്ക സമയത്ത് നിനക്ക് വേണ്ടുന്നത് ഒരുക്കുകയില്ലയോ എന്ന് ആത്മാവ് ചിലരോട് സംസാരിക്കുന്നു. ശുശ്രൂഷയ്ക്ക് പോലും അഭിഷേകം ഉണ്ടായിട്ട്, പരിശുദ്ധാത്മ നിറവുണ്ടായിട്ട് ഒറ്റയ്ക്ക് പോയാൽ ചിലത് നടക്കത്തില്ലെന്ന് യേശുവിന് അറിയാം. ഒറ്റയ്ക്ക് പോയാൽ നീ ചിലടത്ത് വീണുപോകുമെന്ന് യേശുവിന് അറിയാം. ഒറ്റയ്ക്ക് പോയാൽ നിന്നെ ചിലടത്ത് പെടുത്തു എന്ന് യേശുവിന് അറിയാം. ഇന്ന് രാത്രി ആരെയൊക്കെയോ ദൈവം ഇന്ന് ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുകയാണ്. നീ വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോഴും ഒറ്റപ്പെടൽ, വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോൾ ചിലപ്പോൾ 2-3 പേരുണ്ട്. ഇപ്പോ നീ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാ. പക്ഷെ നീ ഒറ്റയ്ക്കാണെന്ന് നിന്റെ കണ്ണുകൊണ്ട് മാത്രം നീ കാണുമ്പോൾ, ഹൃദയ കണ്ണൊന്ന് തുറക്കാൻ കഴിയുമെങ്കിൽ ദൈവം നിന്റെ കൂടെ ഉള്ളത് നിനക്ക് കാണാൻ കഴിയും. നിന്റെ കൂടെ വന്ന പലരും വിട്ടേച്ചു പോയി, വിശ്വാസ ജീവിതം വിട്ടേച്ചു പോയി. എന്നാൽ ഇന്ന് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. വാക്യം വീണ്ടും പറയുന്നു, നിങ്ങൾ കൊയ്ത്ത് അനേകമുണ്ട്, പക്ഷെ വേലക്കാരോ ചുരുക്കം. ഇന്ന് കർത്താവ് ഒരു കൊയ്ത്ത് നിലത്തിലോട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ. കൊയ്ത്ത് നിലത്തിലോട്ട് എന്റെ ദൈവം ഇറങ്ങുക. മത്തായി എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായവും നിങ്ങൾ എടുത്തേ. മത്തായി എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം ഒന്ന് നിങ്ങൾ നോക്കിയേ. 9-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യം. ഒരു ശിശുവിനെ എടുത്ത്, മത്തായി എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. എങ്കിലും 36 കേട്ടോ. 9:36. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിയതും ചിതറിയതുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. വചനം പറയുന്നു, യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു. യേശു സഞ്ചരിച്ചത് മുഴുവൻ മനുഷ്യവാസം ഉള്ള സ്ഥലങ്ങളിലൂടെയാണ്. മനുഷ്യവാസം ഉള്ള സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച യേശു ക്രിസ്തു ഒത്തിരി വ്യാധിക്കാരെയും ഒത്തിരി രോഗികളെയും സൗഖ്യമാക്കി. പക്ഷെ യേശുവിന് മനസ്സലിഞ്ഞത് രോഗികളെ കണ്ടപ്പോൾ മാത്രമല്ല, യേശു സൗഖ്യമാക്കിയത് രോഗികളെ മാത്രമല്ല, യേശു കേസ് ഹാൻഡിൽ ചെയ്തത് രോഗികളുടെയും കുഷ്ഠരോഗികളുടെയും മാത്രമല്ല, വേറെ ചിലരെ കണ്ടപ്പോ എന്റെ യേശുവിന്റെ മനസ്സലിഞ്ഞു. എന്താണെന്നറിയാവോ? പുരുഷാരത്തെ കണ്ടപ്പോ യേശുവിന്റെ മനസ്സലിഞ്ഞു. കാരണം ഇടയനില്ലാതെ
ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് യേശുവിന് മനസ്സലിഞ്ഞു. ഒരു പട്ടണത്തിലേക്ക് എന്റെ യേശു കാല് വെച്ചപ്പോ ആ പട്ടണം എന്റെ യേശുവിനുള്ള കൊയ്ത്ത് നിലമാണെന്ന് താൻ അറിഞ്ഞു. ആ കൊയ്ത്ത് നിലത്തിൽ തനിക്ക് അനേക കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് യേശു അറിഞ്ഞു. പക്ഷേ ഈ പട്ടണത്തിനകത്ത് യേശുവിന് ആദ്യം ചെയ്യാനുള്ള ഒരു ശുശ്രൂഷ ഇതായിരുന്നു. അപ്പനില്ലാത്ത മക്കളെ പോലെ, ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞും ചിന്നിയവരുമായി കിടക്കുന്ന ചിലരെ യേശുവിന് ക്രോഡീകരിച്ചെടുക്കാനുള്ള ഒരു വലിയ മിനിസ്ട്രി ആ പട്ടണത്തിലുണ്ടായിരുന്നു. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചപ്പോ ആരും മുറിവ് കെട്ടാനില്ലാത്ത കുറെ ആടുകളെ ഒരു വശത്ത് കാണുന്നു, ആരും പിടിച്ചണയ്ക്കാനില്ലാത്ത കുറെ ആടുകളെ മറ്റൊരു വശത്ത് കാണുന്നു. കുറെ പേര് അവിടെ തമ്മി തല്ലുന്നതായിട്ട് കാണുന്നു, കുറെ പേര് സഭയിൽ നിന്ന് പുറത്താക്കിയതായിട്ട് കാണുന്നു, കുറെ പേര് വിശന്ന് വലഞ്ഞു നടക്കുന്നു. ഇവർക്കാർക്കും തന്നെ ആവശ്യമായത് ഒന്നും കൊടുക്കാൻ നാഥനില്ല എന്നറിഞ്ഞ യേശുവിന്റെ മിനിസ്ട്രിക്കകത്ത് വല്ലാത്ത വെമ്പലുണ്ടായി. ഇന്ന് രാത്രിയിലും യേശു തന്റെ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണു തുറന്നു നോക്കുമ്പോ ഈ സഭയ്ക്കകത്ത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെങ്കിലും ഇടയനില്ലാത്ത ആടുകളെ പോലെ, നാഥനില്ലാത്ത വ്യക്തിയെ പോലെ ഇന്ന് ആരെങ്കിലും അങ്ങനെയുള്ള അനാഥത്വം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ചിന്നിയവരും കുഴങ്ങിയവരുമായി പല വിഷയങ്ങൾക്കകത്ത് ചിന്നിപ്പോയി, പല വിഷയങ്ങൾക്കകത്ത് കുഴങ്ങിപ്പോയി, ആരോടും പറയാൻ കഴിയാത്ത, ആരോടും ഷെയർ ചെയ്യാൻ കഴിയാത്ത, ആരോടും അഡ്വൈസ് ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്കകത്ത് ചിന്നിയും കുഴങ്ങിയും, അല്ലെങ്കിൽ ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല, ആരോട് ഷെയർ ചെയ്തിട്ടും കാര്യമില്ലാത്ത, സാക്ഷാൽ ദൈവത്തിനു മാത്രമേ ഇതിനകത്തൊരു പരിഹാരം കണ്ടെത്താൻ പറ്റത്തുള്ളൂ എന്ന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയ്ക്കകത്ത് ചിന്നിയും കുഴങ്ങിയും വല്ലാത്ത അവസ്ഥയിലിരിക്കുന്ന ആരെയോ നോക്കി ദൈവാത്മാവ് പറയുന്നു, ഇന്ന് നിന്റെ കൊയ്ത്ത് നിലത്തിലാണ് എന്റെ കർത്താവ് ലാൻഡ് ചെയ്തേക്കുന്നത്. ഇന്ന് നിന്റെ കൊയ്ത്ത് നിലത്തിലാണ് ദൈവത്തിന് ലാൻഡ് ചെയ്യാനുള്ളത്. ഇന്ന് നിന്റെ കൊയ്ത്ത് നിലത്തിലാണ് എന്റെ ദൈവത്തിനൊരു വേലയുള്ളത്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ, വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഞാനൊരു കാര്യം പറയട്ടെ, ഇടയനില്ലാത്ത ആടുകളെ പോലെ, ഇടയനില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഈ ആടുകൾക്ക് വേണ്ടുന്നത് ചെയ്യാൻ ആരുമില്ല. ഇടയൻ ആ പട്ടണത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഈ കുഴങ്ങിക്കിടക്കുന്ന ആടുകളെ തെരഞ്ഞു വരാൻ ആരുമില്ല. ഇടയൻ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ചിന്നിപ്പോയ ചിലതിനെ ഒരുമിപ്പിക്കാൻ ആരുമില്ല. അങ്ങനെ കിടക്കുന്ന ആരെയൊക്കെയോ തമ്പുരാൻ നിന്ന് രാത്രി തേടുന്നുണ്ട് കുഞ്ഞെ. ഇടയൻ ഇല്ലാഞ്ഞിട്ടല്ല, ഇടയൻ ഇല്ലാത്ത ആടുകളെ പോലെ ആയതാ, ഇടയനില്ലാത്ത ആടുകളുടെ അവസ്ഥയിലായതാ. ഈ ഇടയൻ വന്ന് ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ എവിടെയൊക്കെയോ ചിതറിപ്പോയതാ. ഇന്ന് രാത്രി നല്ലൊരു ഇടയൻ നിന്നെ വിളിക്കുന്നു, ഒരു നല്ല ശമരിയാക്കാരൻ നിന്നെ വിളിക്കുന്നു, നല്ലൊരു നസറായൻ നിന്നെ തെരഞ്ഞെടുക്കുന്നു കുഞ്ഞെ. നീ ചിന്നിപ്പോയെടുത്ത് നീ എങ്ങനെ നീ ഇനി നേരെയാകുമെന്ന്, നീ കുഴങ്ങിക്കിടക്കുന്നിടത്ത് നീ എങ്ങനെ ഇനി കുരുക്കടിച്ച് പുറത്തു വരുമെന്ന്, നീ ചിതറിപ്പോയെടുത്ത് നീ എങ്ങനെ ഇനി ദൈവം നിന്നെ രൂപീകരിക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ചിന്നിപ്പോയ നിന്നെ തേടിയ ഈ ഗ്രാമത്തിൽ ദൈവം വന്നേ. കുഴങ്ങിപ്പോയ നിന്നെ തേടിയ ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വന്നത്. ആദമേ, ഹൗവയേ എന്ന് ദൈവം വിളിച്ചതിന്റെ പിന്നിൽ അവരെവിടെയോ കുഴങ്ങിയെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവരെവിടെയോ ചിന്നിപ്പോയെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവന്റെ പേര് മറക്കാത്തൊരു ദൈവം, അവന്റെ പേര് മറക്കാത്തൊരു ദൈവം, ആദമിനെ മറക്കാത്തൊരു ദൈവം, ഹൗവയെ മറക്കാത്തൊരു ദൈവം, തന്റെ സ്വന്തം മക്കളെ മറക്കാത്തൊരു ദൈവം. ഇന്ന് രാത്രി ആരൊക്കെയോ തള്ളിയിട്ട് ചിന്നിപ്പോയ, എവിടെയൊക്കെയോ പെട്ട് കുഴങ്ങിപ്പോയ ആരെയോ ദൈവാത്മാവ് തേടി വന്ന് പേര് വിളിച്ചു പറയുന്നു, നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു നസറായൻ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ തീ പോലെ ഞാൻ ഇതിനകത്ത് അനുഭവിച്ചുകൊണ്ട് പറയുന്നു, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു കുടുംബം ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. നീ കുഴങ്ങിപ്പോയി, മരണമാണ് അതിന്റെ അവസാനമെന്ന് നീ കരുതുന്നു. നീ കുഴങ്ങിപ്പോയി, മരണമാണ് അതിന്റെ അവസാനമെന്ന് നീ കരുതുന്നു. നീ ചിന്നിപ്പോയി, ആർക്കും നിന്നെ ഇനി രൂപാന്തരപ്പെടുത്താനോ നിങ്ങളുടെ ബന്ധത്തെ ചേർത്ത് വെക്കാനോ കഴിയത്തില്ലെന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങൾ വിശ്വസിച്ച സകല ഇടയന്മാരും കൈവിട്ടു, നിങ്ങൾ വിശ്വസിച്ച സകലരും കേസൊഴിഞ്ഞു, നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച പലരും നിങ്ങളെ തഴഞ്ഞു. എന്റെ കർത്താവ് ഇറങ്ങി വന്ന് നിന്നോട് പറയുന്നു, ആത്മഹത്യ അല്ല നിന്റെ പരിഹാരം. നിന്റെ പരിഹാരം ചിന്നിയതിൽ നിന്നും, കുഴങ്ങിയതിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും
നാശകരമായ കുഴിയിൽ നിന്നും മഹാമാരിയിൽ നിന്നും നിന്നെ വിടുവിക്കുന്ന നസറായനാണ് നിന്റെ അവസാനം, നിന്റെ ആശ്രയം. യേശുവിനെ അറിഞ്ഞ കുഞ്ഞെ, കലപ്പമേൽ കൈവച്ച കുഞ്ഞെ, തിരിഞ്ഞു നോക്കരുതെന്ന് ആത്മാവ് ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മരണം എല്ലാത്തിന്റെയും അവസാനമല്ല കുഞ്ഞെ, മരണം ചിലതിന്റെ തുടക്കം മാത്രം. ചിന്നിയവരും കുഴങ്ങിയവരുമായി ദൈവം കാണുന്ന വ്യക്തികൾ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. ചിന്നിയവരും കുഴങ്ങിയവരുമായി ഈ പ്ലാറ്റ്ഫോമിൽ കാണുന്ന ആരോ ഉണ്ട്. ചിന്നിപ്പോയി, അവർക്കൊരു രൂപമില്ല, അവരുടെ ജീവിതം തന്നെ ആകെ കൂടി വികൃതമായിരിക്കുന്ന ഒരവസ്ഥ. കുഴങ്ങിപ്പോയി, ആ കുഴുക്കിനകത്തുനിന്ന് അവർക്ക് കയറി വരാൻ പറ്റുന്നില്ല, കൈകാലുകളെല്ലാം തളർന്നു പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്നെ കാണുന്നതെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കുഴഞ്ഞ അവസ്ഥയിൽ നിന്ന്, നിങ്ങളുടെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കർത്താവ് നിന്നെ കഴുകി പുറത്തെടുക്കാൻ പോവാ. അവരെ കണ്ട യേശുവിന്റെ മനസ്സലിഞ്ഞത്, എൻ്റെ യേശുവിന് മനസ്സലിയുന്ന വ്യക്തികൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. ഇന്ന് നിങ്ങളാണ് നിങ്ങളുടെ വീട്ടിലെ സമാധാന പുത്രനെങ്കിൽ, ആ സമാധാന കാംക്ഷിയായി നിങ്ങൾ മാത്രമാണ് ഇന്ന് ആ ഭവനത്തിലെങ്കിൽ, എൻ്റെ യേശു നിങ്ങളുടെ വീടിന്റെ അവസ്ഥകൾ ഇന്ന് രാത്രി മാറ്റാൻ പോവാ. എൻ്റെ യേശു നിങ്ങളുടെ വീടിന്റെ അവസ്ഥകൾ ഇന്ന് രാത്രി മാറ്റാൻ പോവാ. തിമോത്തിയോസ് എടുത്തേ, 1 തിമോത്തിയോസ് 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. തിമോത്തിയോസിന് എഴുതിയ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത്, സ്തോത്രത്തോടെ അനുഭവിക്കുന്നു എങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല, ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത്, സ്തോത്രത്തോടെ അനുഭവിക്കുന്നു എങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല, ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തു യേശുവിന് നല്ല ശുശ്രൂഷകനാകും. ഭക്തി വിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരഭ്യാസമാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ഗെയിമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു അഭ്യാസമാണ്, ഒരു പോരാട്ടമാണ്, ഒരു യുദ്ധമാണ്. തിരുവെഴുത്ത് പറയുന്നു, നിന്നെ പിടിച്ചു നിർത്തേണ്ടത് കിഴവിക്കഥകളല്ല, നിന്നെ പിടിച്ചു നിർത്തേണ്ടത് ഭക്തി വിരുദ്ധമായ കിഴവിക്കഥകളല്ല, ഭക്തി വിരുദ്ധമായ ചില സ്റ്റേറ്റ്മെന്റുകളല്ല. നിന്നെ പിടിച്ചു നിർത്തേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. തുടക്കത്തിൽ പറഞ്ഞല്ലോ, ചില ശിഷ്യന്മാർ യേശുവേ ഞാൻ നിന്നെ പിന്തുടരാം, അവർ മറ്റെന്തോ കേട്ടിട്ട് പിന്തുടർച്ച ആരംഭിച്ചവരാണ്. വേറെ ഒരാൾ പറഞ്ഞല്ലോ, ഞാൻ വീട്ടിൽ പോയി യാത്ര പറഞ്ഞിട്ട് വരാം. പക്ഷേ ഇതെല്ലാം അവരുടെ മിനിസ്ട്രിക്ക് ഒരു വലിയ ബോണ്ടേജ് ആയി കിടക്കുമ്പോൾ, അവരുടെ മിനിസ്ട്രിക്കെല്ലാം ഒരു ബോണ്ടേജ് ആയി കിടക്കുമ്പോൾ, ഈ ബോണ്ടേജ് പൊട്ടിക്കുന്ന ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് പൗലോസ് തിമോത്തിയോസിന് കൊടുക്കുന്നത്. തിമോത്തിയോസിനെ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തൊരു വ്യക്തിയാണ്. എന്നെ കാണുന്ന താങ്കൾ ഒരു സമാധാന പുത്രനാണെങ്കിൽ, യു ആർ ദ മിനിസ്റ്റർ ഓഫ് യുവർ ഹോം, യുവർ ഹൗസ്. യു ആർ ദ മിനിസ്റ്റർ ഓഫ് യുവർ പ്രമിസസ്. നിങ്ങൾ താമസിക്കുന്ന ആ പട്ടണത്തിലെ, ആ പ്രദേശത്തെ, ആ പരിസ്ഥിതിയിലെ മിനിസ്റ്ററായി ദൈവം നിങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ ഒരു മിനിസ്റ്റർ ഓൺ ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഭക്തി വിരുദ്ധമായതിനെ എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുമ്പോഴാണ്. തിമോത്തിയോസിന് പൗലോസ് കൊടുക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് പവർഫുൾ ആണ്. താഴേക്ക് വായിക്കുമ്പോൾ ഭയങ്കര പവറാ. ഭക്തി വിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യണം. അപ്പോ ദൈവഭക്തിക്ക് തക്കവണ്ണമുള്ള ഒരു അഭ്യാസം, വിശ്വാസത്തിന് തക്കവണ്ണമുള്ള പ്രാർത്ഥന, പ്രാർത്ഥനയ്ക്ക് തക്കവണ്ണമുള്ള പ്രവൃത്തി, പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള നിലനിൽപ്പ്, പ്രസംഗത്തിന് തക്കവണ്ണമുള്ള പ്രവൃത്തി, വിശ്വാസത്തിനൊത്തവണ്ണമുള്ള പ്രവൃത്തി,
ഇങ്ങനെ പല രീതികളിൽ നമുക്കിതിനെ ബന്ധിപ്പിക്കാൻ കഴിയും. പൗലോസ് പറയുന്നു, തിമോത്തിയോസേ, നീ ഏറ്റെടുത്തിരിക്കുന്നത് ചെറിയ ഒരു ദൗത്യമല്ല, നീ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു വലിയ യുദ്ധക്കളമാണ്. ഇവിടെ നിനക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നീ ചെറിയ ഒരു അഭ്യാസിയായാ പോരാ. ഇവിടെ നീ പിടിച്ചു നിൽക്കണമെങ്കിൽ നീ നാടൻ തല്ല് പഠിച്ചാ പോരാ, നീ കളറിപ്പയറ്റ് തന്നെ പഠിക്കണം. അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. രണ്ട് കാര്യങ്ങളെ കുറിച്ച് വീണ്ടും പൗലോസ് അവിടെ പറയുന്നു. ഒന്ന് ശരീരാഭ്യാസം, രണ്ട് ആത്മീക അഭ്യാസം. ശരീരാഭ്യാസം കൊണ്ട് നമുക്കൊരു പക്ഷെ പ്രസംഗിക്കാൻ കഴിഞ്ഞേക്കും. ശരീരാഭ്യാസം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് മേക്കപ്പ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റിയേക്കും. പക്ഷേ ആത്മാവ് ഇറങ്ങി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ശരീരം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്നാ അത്? എന്റെ മുമ്പിൽ ഒരു രോഗി വരുന്നു, ഞാൻ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അപ്പൊ ആത്മാവും കൊണ്ട് ഞാൻ ഇങ്ങനെ വരുവാണെന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ എന്റെ ശരീരം കൊണ്ട് അങ്ങോട്ട് പോകണം. പോയാലേ ഒക്കത്തുള്ളൂ. ഞാൻ ആ വ്യക്തിയുടെ മേൽ കൈവയ്ക്കുന്നു, ശരീരം കൊണ്ട് എനിക്ക് കുറെയൊക്കെ അഭ്യാസം കാണിക്കാം, ഞാൻ അവർക്ക് വേണ്ടി ഭയങ്കരമായി പ്രാർത്ഥിക്കുന്നു എന്ന് കാണിക്കാം. പക്ഷെ എടാ മോനെ, ആത്മാവിനെ കൊണ്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. ഞാൻ സമാധാനപുത്രന്മാരോടായി സംസാരിക്കുന്നത്. നിങ്ങൾ ശരീര സംബന്ധമായി കരയുന്നുണ്ട്, നിങ്ങൾ ശരീര സംബന്ധമായി നിങ്ങൾ കൊടുക്കുന്നുണ്ട്, ശരീര സംബന്ധമായി നിങ്ങൾ സ്തോത്രം ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. അതോടുകൂടെ, ആ കരച്ചിലോടുകൂടെ, ആ ശരീരാഭ്യാസത്തോടുകൂടെ ആത്മീക അഭ്യാസത്തിലേക്ക് ഇന്ന് രാത്രി നിങ്ങളെ പരിശുദ്ധാത്മാവ് അപ്ലിഫ്റ്റ് ചെയ്യാൻ പോകുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? വിശ്വാസം ഉണ്ടെന്നല്ല, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആ ശരീരാഭ്യാസത്തിൽ നിന്നും ആത്മീയ അഭ്യാസിയായി നീ മാറുന്ന ഒരു അനുഭവം പിശാച് വളരെയേറെ പേടിക്കുന്ന ഒരു അനുഭവമാണ്. Glory to Jesus. ഇന്ന് രാത്രിയിൽ ആത്മീക അഭ്യാസികൾക്ക് ചില പ്രത്യേകതകൾ വരും. എന്താണെന്നറിയാമോ? വീടിനകത്ത് നിനക്ക് കൈയടിക്കാൻ സ്വാതന്ത്ര്യക്കുറവുണ്ടെങ്കിലും നീ ആത്മീക അഭ്യാസിയാണെങ്കിൽ നിന്റെ ആത്മാവ് കൊണ്ട് ചില കാര്യങ്ങൾ ആ വീട്ടിൽ നടക്കും. കുഞ്ഞെ, നീ കൈയടിച്ചാ നടക്കാത്തത് നിന്റെ ആത്മാവ് ചലിച്ചാ നടക്കും. നീ ഒച്ചത്തിൽ വായു കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തത് ആത്മാവ് കൊണ്ട് നീ ചിലത് ഡിക്ലെയർ ചെയ്താൽ നടക്കും. ഗ്ലോറി. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ ഇന്ന് രാത്രിയിൽ, ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ ഇന്ന് രാത്രിയിൽ. നിങ്ങൾ ഒച്ചത്തിൽ വചനം ഡിക്ലെയർ ചെയ്തിട്ട്, വായു കൊണ്ട് ഡിക്ലെയർ ചെയ്തിട്ട് നടക്കാത്തത് ആത്മാവിൽ നീ ഡിക്ലെയർ ചെയ്യാൻ പഠിക്കുമ്പോൾ ചിലത് നടക്കും. കാരണം പ്രയോജനത്തെ കുറിച്ച് ഇവിടെ പൗലോസ് പറയുന്ന പ്രയോജനം. മോനെ, നീ ശുശ്രൂഷ ചെയ്യുമ്പം ശരീരാഭ്യാസം കൊണ്ട് നീ ശുശ്രൂഷ ചെയ്യരുത്, ശരീരാഭ്യാസം കൊണ്ട് ചെയ്യരുത്. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനമുള്ളതിനെ കുറിച്ച് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അതിന് ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കട്ടെ. If you put these things before the brothers, you will be a good servant of Christ Jesus, being trained in the words of the faith and of the good doctrine that you have followed. Have nothing to do with irreverent, silly myths. Rather, train yourself for godliness. For while bodily training is of some value, godliness is of value in every way, as it holds promise for the present life and also for the life to come. ശരീരത്തിന്റെ അഭ്യാസം അല്പപ്രയോജനമുള്ളതായിരിക്കുമ്പോൾ, ശരീരം കൊണ്ടുള്ള വിശ്വാസം അല്പപ്രയോജനമുള്ളതായിരിക്കുമ്പോൾ, ശരീരം കൊണ്ടുള്ള റിസീവിംഗ്
അല്പ പ്രയോജനമുള്ളതായിരിക്കുമ്പോൾ ശരീരം കൊണ്ടുള്ള വിശ്വാസത്തിന്, ശരീരം കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക്, ശരീരം കൊണ്ടുള്ള സ്തോത്രത്തിന്, ശരീരം കൊണ്ടുള്ള ആരാധനയ്ക്ക് ലിമിറ്റേഷൻസ് ഉള്ളപ്പോ, നിങ്ങളുടെ വീട്ടിൽ ആരാധനയ്ക്ക് ഒരു വ്യക്തി എതിരാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യക്തി എതിരാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നതിന് എതിരുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഉച്ചത്തിൽ കൈത്താളത്തിൽ നിങ്ങൾക്ക് ആരാധിക്കാൻ കഴിയത്തില്ലെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ദൈവവചനം കേൾക്കുന്നതിനും കാണുന്നതിനും നിങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ആത്മാവ് നിങ്ങളോട് ഉപദേശിക്കുന്നു, ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ശരീരം കൊണ്ടുള്ള പ്രാർത്ഥനയിൽ നിന്ന് ആത്മാവ് കൊണ്ടുള്ള പ്രാർത്ഥനയിലേക്ക്, ശരീരം കൊണ്ടുള്ള അഭ്യാസത്തിൽ നിന്ന് ആത്മാവ് കൊണ്ടുള്ള അഭ്യാസത്തിലേക്ക്, ശരീരം കൊണ്ടുള്ള പ്രാർത്ഥനയിൽ നിന്ന് ആത്മാവ് കൊണ്ടുള്ള ഒരു അഭ്യാസത്തിലേക്ക് ഇന്ന് രാത്രി ദൈവം ചിലരെ അഭിഷേകം ചെയ്യാൻ പോകുന്നു. ഓ ജീസസ്. അടുത്ത വാക്ക് പറയുന്നത് ഇങ്ങനെയാ: ഇത് സകലത്തിനും പ്രയോജനകരമാകുന്നു. ഇത്രയും നാൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലേ? ഇത്രയും നാൾ നിങ്ങൾ വചനം കേട്ടിട്ട് ഫലം ചെയ്തില്ലേ? ഇത്രയും കാലം നിങ്ങൾ വിശ്വസിച്ചിട്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടായില്ലേ? ദൈവാത്മാവ് ഇതിനകത്ത് നിങ്ങളോട് പറയുക, സകലത്തിനും പ്രയോജനമുള്ള ഒരു അഭ്യാസം, സകലത്തിനും പ്രയോജനമുള്ള ഒരു അഭ്യാസം. 9-ാമത്തെ വാക്യം പറയുന്നു, ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ. നിങ്ങൾ തയ്യാറാണോ ഈ ശക്തി അംഗീകരിക്കാൻ? നിങ്ങൾ തയ്യാറാണോ ഈ വചനം അംഗീകരിക്കാൻ? നിങ്ങൾ തയ്യാറാണോ ഈ ആത്മാവ് കൊണ്ടുള്ള അഭ്യാസത്തിലേക്ക് ഇന്ന് പ്രവേശിക്കാൻ? ആരെയൊക്കെയോ ദൈവം ഇന്ന് രാത്രി അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, വീണ്ടും അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ശരീരം കൊണ്ടുള്ള പ്രാർത്ഥനയിൽ നിന്ന്. അവര് വിലക്കിക്കോട്ടെ സഹോദരി, അവര് തടസ്സം ഇട്ടോട്ടെ സഹോദരി, പ്രാർത്ഥിച്ചു പോകരുതെന്ന് അവർ പറഞ്ഞോട്ടെ സഹോദരി. പക്ഷേ തകർന്നു പോകുന്ന കപ്പലിനകത്തിരുന്നു ആത്മാവ് കൊണ്ട് പ്രാർത്ഥിച്ച, പ്രാർത്ഥനയ്ക്ക് എതിരിൽ നിന്ന് ഒരു കൂട്ടം സഹോദരന്മാരുടെ നടുവിലും ആത്മാവ് കൊണ്ട് പ്രാർത്ഥിച്ച് ദൂതന്റെ സാന്നിധ്യം അനുഭവിച്ച് ദൂത് കേട്ട പൗലോസ്ലീഹായോട് ചോദിച്ചാൽ പറയും, ആത്മാവ് കൊണ്ടുള്ള അഭ്യാസത്തിന്റെ പ്രത്യേകത. ആത്മാവ് കൊണ്ട് അഭ്യസിക്കുന്നവനെ, നിനക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്നവരോടാ ഞാൻ പറയുന്നത്. പിശാച് ഒഴിഞ്ഞിട്ട് നേരം കാണത്തില്ല, സാത്താനെ ഒഴിവാക്കിയിട്ട് നേരം കാണത്തില്ല, പ്രാർത്ഥിച്ചു തീർന്നിട്ട് നേരം ഉണ്ടാകത്തില്ല. ആത്മാവ് കൊണ്ട് ഒരുവൻ അഭ്യാസിയാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന് ദൈവ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കും. ദൈവാത്മാവ് പറയുക, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. കൊയ്ത്ത് അനേകമുണ്ട്, വേലക്കാരോ ചുരുക്കം. കൊയ്ത്ത് ഒത്തിരിയുണ്ട്, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിനു വേണ്ടി യജമാനനോട് വേലക്കാരെ അപേക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യു ആർ ദ സർവന്റ് ഓഫ് ഗോഡ്, യു ആർ ദ സർവന്റ് ഓഫ് ഗോഡ്. ഇന്ന് രാത്രിയിൽ ആ ആത്മാവിന്റെ നിറവ് നിന്റെ മേൽ തന്നാൽ കൊയ്ത്തിന്റെ വയലിലേക്ക് ദൈവം നിന്നെ ഇറക്കാൻ പോകുന്നേ. കൊയ്ത്തിന്റെ വയലിലേക്ക് ദൈവം താങ്കളെ ഇറക്കാൻ പോകുന്നേ. ജഡത്തിലുള്ള പ്രാർത്ഥനയിൽ നിന്നല്ല, ശരീരത്തിലുള്ള പ്രാർത്ഥനയിൽ നിന്ന് ആത്മാവിന്റെ പ്രാർത്ഥനയിലേക്ക് ദൈവം ഇന്ന് രാത്രി ആരെയൊക്കെയോ കയറ്റുന്നുണ്ട്. ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു. കണ്ടോ, അധ്വാനിച്ചും പോരാടിയും. അപ്പൊ ആത്മീയ ജീവിതത്തിൽ അധ്വാനവും ഉണ്ട്, പോരാട്ടവും ഉണ്ട്. സഹിക്കുവോ? നിങ്ങൾ പകല് മുഴുവൻ അധ്വാനിക്കുന്നു, നിങ്ങൾ പകല് മുഴുവൻ അധ്വാനിച്ചിട്ട് വീട്ടിൽ വന്ന് പോരാട്ടത്തിനാണോ വരുന്നത്, സ്വസ്ഥതയ്ക്കാണോ വരുന്നത്? അധ്വാനിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് പോരാട്ടമുള്ള ഒത്തിരി പേരുണ്ട്, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അധ്വാനിച്ചിട്ട് വരുന്നതിന്റെ ലക്ഷ്യം എന്നാ? അധ്വാനിച്ചിട്ട് വരുന്നതിന്റെ ലക്ഷ്യം സ്വസ്ഥതയാണ്. പക്ഷെ ഇവിടെ കർത്താവിന്റെ വേല സംബന്ധിച്ച് തീമോത്തിയോസിനോട് പൗലോസ് പറയുക, നീ അധ്വാനിക്കുകയും വേണം, പോരാടുകയും വേണം. ഞാൻ ഇന്ന് രാത്രി ഏതൊക്കെ ദൈവദാസന്മാരോടോ സംസാരിക്കുന്നത്, ഏതൊക്കെയോ മിനിസ്ട്രിയിൽ നിൽക്കുന്ന, മിനിസ്ട്രിക്ക് വേണ്ടി കൊതിയുള്ള, മിനിസ്ട്രിയിൽ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളോടാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാ? ഒത്തിരി പ്രാർത്ഥിക്കുന്നവർക്ക്, ദൈവവചനം ഒത്തിരി കേൾക്കുന്നവർക്ക്, ദൈവത്തോടു കൂടി അധികം ചേർന്നിരിക്കുന്നവർക്ക് ഒത്തിരി ക്രൈസിസ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ദൈവത്തോട് ചേർന്നിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അവസ്ഥ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ദൈവവുമായിട്ടുള്ള എനിക്കൊരു ബന്ധം ഉണ്ടായിട്ടും എനിക്ക് ചിലതിനെ ഓവർകം ചെയ്യാൻ കഴിയാത്തത്, എനിക്ക് ചിലതിനെ ക്രോസ് ഓവർ ചെയ്യാൻ കഴിയാത്തത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ,
ദൈവവചനം വ്യക്തമായി സംസാരിക്കുന്നു. കർത്താവിന്റെ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവിൽ അഭ്യാസം പഠിപ്പിച്ചെടുത്ത ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവർക്ക് അധ്വാനിക്കാതിരിക്കാനും പറ്റത്തില്ല, അവർക്ക് പോരാടാതിരിക്കാനും പറ്റത്തില്ല. നല്ലൊരു ഫുട്ബോൾ പ്ലെയർക്ക് ഒരാഴ്ച ഫുട്ബോൾ കളിക്കാതിരുന്ന പുള്ളിയുടെ ശരീരം മുഴുവൻ ആകെ അസ്വസ്ഥതയാണ്. നല്ലൊരു ബൗളർക്ക് പുള്ളിക്ക് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് ആ കൈയൊക്കെ എന്തോ ഒരു അസ്വസ്ഥത പോലെ, പുള്ളിക്കൊന്ന് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. എന്നതുപോലെ നന്നായിട്ട് പണിയെടുക്കുന്ന ഒരു വ്യക്തിക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പറമ്പിലേക്ക്, ആഴ്ചയിൽ ഒരിക്കലൊന്നും അല്ല, 2 ദിവസം ഒരിക്കലെങ്കിലും പറമ്പിലേക്ക് തൂമ്പ എടുത്തോണ്ട് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിനൊക്കെ ഒരു അസ്വസ്ഥത പോലെയാണ്. ഇതുപോലെ തന്നെയാണ് മിനിസ്ട്രിയുടെ കാര്യത്തിൽ. ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ എനിക്കെന്നും പ്രതിസന്ധികളും, എനിക്കെന്നും പ്രതികൂലങ്ങളും, എനിക്കെന്നും വല്ലാത്ത അസ്വസ്ഥതകളും, എനിക്കെന്നും വേദനകളും കണ്ണുനീരുമാണ് എന്ന് കരുതിയിട്ടുള്ള ആരെങ്കിലും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, തിമോത്തിയോസിനെ സഭ ഏൽപ്പിക്കുമ്പോൾ പൗലോസ് ലീഗ കൊടുക്കുന്നൊരു വലിയ റിമൈൻഡറാണ്, മോനെ, ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരഭ്യാസമാണ്, അതൊരു യുദ്ധക്കളമാണ്. ഇന്ന് പ്രാർത്ഥിക്കുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ. ദൈവമക്കളെ, നമുക്ക് വിടുതലുണ്ട്, നമുക്ക് ജയമുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും പരിശോധനകൾ, നമ്മളെപ്പോഴും ശരിക്കും പറഞ്ഞൊരു വാർ ഫീൽഡിലാണ്. നിങ്ങളത് അറിഞ്ഞിരിക്കണം. നമ്മളെപ്പോഴും ഒരു വാർ ഫീൽഡിലാണ്. നമ്മൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയാന്ന് കരുതിയാൽ മതി. ചില സമയം ദൈവം നമുക്ക് ഉറക്കം തരത്തില്ല, ശരിയല്ലേ? ചില സമയം അർദ്ധരാത്രി പരിശുദ്ധാത്മാവ് നമ്മെ തട്ടി വിളിക്കും. അർദ്ധരാത്രി പരിശുദ്ധാത്മാവ് തട്ടി വിളിച്ചിട്ട് പിന്നെ തിരിഞ്ഞു കിടന്നാലും മറിഞ്ഞു കിടന്നാലും ഉറങ്ങാനൊക്കത്തില്ല. ഓർത്തോ എന്തുകൊണ്ടാണെന്നറിയാവോ? ഉറക്കം പോയത് കൊണ്ടല്ല, ഉറക്കം പോയിച്ചതാ. അന്ന് രാത്രിയിൽ താങ്കൾ എന്ന അഭ്യാസിയെ കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ സ്വരത്തിൽ ദൈവത്തിന് ചിലത് തകർക്കാനുള്ളത് കൊണ്ടാണ്. സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് കിടന്നാൽ പോലും ചില ദിവസം ഉറക്കം വരത്തില്ല. എന്നാന്നറിയാമോ? അന്ന് രാത്രി മുഴുവനും നിനക്ക് പ്രാർത്ഥനയിൽ ചില മേഖലകളിൽ നിന്റെ അഭ്യാസം തെളിയിക്കാനുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ദേശത്ത്, ആ ദേശത്തെ ഭരിക്കുന്ന ഒരു സ്പിരിറ്റ് നിങ്ങളെ നോട്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം കിടത്തി ഉറക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ താമസിക്കുന്ന ദേശത്ത് ഒരു സ്പിരിറ്റ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കെതിരെ നിൽക്കുന്നു, ഒരു സ്പിരിറ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സിനെതിരെ നിൽക്കുന്നു. ആ സ്പിരിറ്റ് നിങ്ങളെ തകർക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അന്നത്തെ രാത്രി നിങ്ങളെ കിടത്തി ഉറക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, നിങ്ങളുടെ മക്കൾക്ക് ദോഷം സംഭവിക്കുന്നു എന്നറിയുന്ന ഒരു പിതാവാകുന്ന നിങ്ങൾ, അല്ലെങ്കിൽ മാതാവാകുന്ന നിങ്ങൾ, ആ മക്കളുടെ ദോഷത്തെ ക്രോസ് ഓവർ ചെയ്യാനുള്ള ട്രെയിനിങ് മക്കൾക്ക് കൊടുക്കുവോ? അല്ലെങ്കിൽ കിടന്നുറങ്ങിയിട്ട് അനുഭവിക്കട്ടെ അവനെന്ന് വിചാരിക്കുവോ? ഇല്ല. ദൈവം ഇതുപോലെ തന്നെ ചെയ്യുന്നത്. ചില രാത്രികളിൽ ദൈവം നിങ്ങളെ ഉറക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ആ രാത്രിയിൽ നിനക്ക് ദൈവം ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ചില രാത്രികളിൽ, ഇതുപോലെ ഒരുപാട് രാത്രികളിൽ ദൈവം എന്നെ ഉറക്കാതിരുത്തിയിട്ടുണ്ട്, ഇപ്പോഴും ഉറക്കാതിരുത്തുന്നുമുണ്ട്. എല്ലാ ദിവസവും ഒരു ദൈവ പൈതലിന് ഉറങ്ങാൻ കഴിയത്തില്ല. സുഖമായ നിദ്രക്കുറവ് വേറെ ഒരു പ്രശ്നം കൊണ്ടും അല്ല സഹോദര സഹോദരി. നിനക്ക് അന്നത്തെ ദിവസം ദൈവം ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. കർത്താവ്, എന്നെ നീ പ്രയോജനപ്പെടുത്തണേ എന്ന് പറയുമ്പോൾ ദൈവത്തിന് നിന്നെ പ്രയോജനപ്പെടുത്താൻ നിനക്ക് ഡേ ഡ്യൂട്ടിയും കാണും, ചില ദിവസം നൈറ്റ് ഡ്യൂട്ടിയും കാണും. അത്രേ ഓർത്തിരിക്കണം. ചില ദിവസം നിനക്ക് ഡേ ഡ്യൂട്ടി ആയിരിക്കും, പകലും മുഴുവൻ തീവ്രമായ പ്രാർത്ഥനയ്ക്കായിരിക്കും ദൈവം നിയോഗം തരുന്നത്. രാത്രി സുഖമായിട്ട് നിനക്ക് ഉറങ്ങാം. പക്ഷെ ചില ദിവസം 10 വട്ടം വന്നിരുന്നാൽ പോലും പായയിലിരുന്നാലും പ്രാർത്ഥന വായിൽ വരത്തില്ല. പക്ഷെ അന്നത്തെ രാത്രി നീ തീപ്പൊരി പോലെ പ്രാർത്ഥിക്കും. തീപ്പൊരി പോലെ പ്രാർത്ഥിക്കും. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? അന്നത്തെ ദിവസം നിനക്കൊരു ഡ്യൂട്ടി ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നൊരു കാര്യം, മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ നന്നായിട്ട് പ്രസംഗിക്കുമ്പോഴല്ല നീ സന്തോഷിക്കേണ്ടത്, അല്ലെങ്കിൽ നിന്റെ പ്രസംഗം മോശമാവുമ്പോഴല്ല നീ വിഷമിക്കേണ്ടത്, നിനക്കൊരു നേരത്തെ അന്നം മുട്ടുമ്പോഴല്ല നീ വിഷമിക്കേണ്ടത്, നിന്നെ ആരെങ്കിലും നിന്റെ മിനിസ്ട്രി കൊള്ളത്തില്ലെന്ന് പറയുമ്പോഴല്ല നീ വിഷമിക്കേണ്ടത്. ഇപ്പോഴൊക്കെ നീ സ്തുതിച്ചോ. പക്ഷേ
ഒരു നേരം നിനക്കൊരാത്മീയ അഭ്യാസം ചെയ്യാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഒരു നേരം നിനക്കൊന്ന് മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, മോനെ നീ കരയണം. ഇന്ന് രാത്രി ദൈവാത്മാവ് ആരെയൊക്കെ റിമൈൻഡ് ചെയ്യുകയാണ്, മോളെ നീ പ്രതീക്ഷിച്ചത് കിട്ടാത്തതിലല്ല നീ വേദനിക്കേണ്ടത്. നീ പോകണമെന്ന് വിചാരിച്ചെടുത്ത് ചെന്നെത്താൻ പറ്റാത്തതിലല്ല നീ നിരാശപ്പെടേണ്ടത്. നീ വിശ്വസിച്ച പലരും നിന്നെ ഒഴിവാക്കിയതിലല്ല നീ കരയേണ്ടത്. പിതാവുമായിട്ടുള്ള ബന്ധം, ഒരു കാലത്ത് നിനക്കുണ്ടായിരുന്ന കമ്മിറ്റ്മെന്റ്, ഒരു കാലത്ത് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബോണ്ടിങ്, ദൈവവും നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബോണ്ടിങ്, അതിനകത്തുനിന്ന് നിങ്ങൾ മിസ്ലീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ you should be crying, you should be regret for that. നിങ്ങൾ അതിനെ ചൊല്ലി നിങ്ങൾ വിലപിക്കണം. നിങ്ങൾ അതിനെ ചൊല്ലി നിങ്ങൾ വിലപിക്കണം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരെയോ റിമൈൻഡ് ചെയ്യുകയാണ്. ആ പഴയ ബോണ്ടിങ്, ആ പഴയ ആത്മീയ അഭ്യാസം ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ദൈവവും തമ്മിലുണ്ടോ കുഞ്ഞെ? ഞാൻ വീണ്ടും പഴയ ചരിത്രത്തിലേക്കൊന്ന് പോട്ടെ. 3 പേര് യേശുവിനോട് ചോദിച്ചല്ലോ, ആദ്യത്തെ ആള് ഞാൻ വരാം, ഞാനും അനുഗമിക്കാം. അവന് ദൈവവുമായിട്ട് ബോണ്ടിങ് ഇല്ല. രണ്ടാമത്തവനോട് യേശു സെലക്ട് ചെയ്ത് പേര് പറഞ്ഞു വിളിച്ചു, എന്നെ അനുഗമിക്കാം. അപ്പൊ പറയാം, എന്റെ അപ്പം മരിച്ചുപോയി, കുഴിച്ചിട്ടിട്ട് വരാം. അവന് ദൈവത്തിന് അവനോട് ബോണ്ടിങ് ഉണ്ട്, പക്ഷെ അവന് ദൈവത്തോടൊരു ബോണ്ടിങ് ഇല്ല. മൂന്നാമത്തവൻ വീണ്ടും പറഞ്ഞു, രണ്ടുപേരെ വിളിക്കുന്ന കേട്ടിട്ട്, രണ്ടുപേരോട് സംസാരിക്കുന്ന കേട്ടിട്ട് മൂന്നാമത്തവൻ പറഞ്ഞു, ഞാൻ വരാം, പക്ഷെ ഒരു കാര്യം, വീട്ടിൽ ചെന്ന് എന്റെ പപ്പയോടും മമ്മിയോടും ടാറ്റാ പറഞ്ഞിട്ട് വരാം. മൂന്നാമത്തവനും ദൈവത്തോട് ബോണ്ടിങ് ഇല്ല. മൂന്നാമത്തവനും ദൈവത്തോട് ബോണ്ടിങ് ഇല്ല. കൊയ്ത്ത് അനേകമുണ്ട്, വേലക്കാര് ചുരുക്കമാ. കൊയ്ത്ത് ഇപ്പോഴും മിച്ചം കിടക്കുക, വേലക്കാരും ചുരുക്കമാ. ദൈവത്തിന് വേണ്ട വേലക്കാരാരാന്നറിയാമോ? യജമാനനുമായി ബോണ്ടിങ് ഉള്ള ചിലരെ, ഗുരുവുമായി ബോണ്ടിങ് ഉള്ള ചിലരെ, ഗുരുവുമായി ഇന്റിമസി ഉള്ള ചിലരെ ആത്മീയ അഭ്യാസിയാക്കി കളത്തിലെടുക്കാൻ ഇന്ന് രാത്രിയും എന്റെ ദൈവം ചിലരെ സെലക്ട് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞെ, ജീവിത ഭാരം കൊണ്ട് ക്രിസ്തുവുമായിട്ടുള്ള ബോണ്ടിങ് നിനക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുടുംബ ഭാരം കൊണ്ട് ക്രിസ്തുവുമായിട്ടുള്ള ബോണ്ടിങ് നിനക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിദ്യാഭ്യാസത്തിന്റെ ഹെവി സിലബസ്, ഒത്തിരി പുതിയ കാര്യങ്ങളെ കുറിച്ചുള്ള റിസർച്ച് പഠനങ്ങൾ, ഒത്തിരി പുതിയ സർട്ടിഫിക്കറ്റ്സ് കരസ്ഥമാക്കാൻ, ഡിഗ്രികൾ നേടാൻ വേണ്ടിയിട്ടുള്ള വെമ്പലിൽ പഴയ ആത്മീയ അഭ്യാസം നിനക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കുഞ്ഞെ, ഈ ലോകത്ത് നിന്ന് നിനക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ വേറൊരു രാജ്യത്ത് നിന്ന് നിന്റെ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആകാതിരിക്കാൻ നീ സൂക്ഷിക്കണം. That is very important. വേറൊരു രാജ്യത്തിൽ നീ നേടിയ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയി പോകാതിരിക്കാൻ സൂക്ഷിക്കണം. Glory to Jesus. ഈ ഭൂമിയിലുള്ളത് എല്ലാം ഗ്രൗണ്ട് മാത്രമല്ല, എല്ലാം കളിക്കളം മാത്രമല്ല. ഈ ഭൂമിയിൽ കളിക്കളത്തെക്കാൾ ഏറെ പോർക്കളങ്ങളാണ് കൂടുതൽ. ഈ ഭൂമിയിൽ ഒരുപക്ഷെ സെലക്ട് ചെയ്യപ്പെട്ട ദൈവമക്കൾ ന്യൂനപക്ഷത്തായിരിക്കാം, കുറവായിരിക്കാം എണ്ണത്തിൽ. പക്ഷെ ഏറ്റവും കൂടുതൽ പോർക്കളം ഉള്ളത് ഈ ന്യൂനപക്ഷത്തിനാണ്. ഏറ്റവും കൂടുതൽ വൈരികളുള്ളത് ഈ ന്യൂനപക്ഷത്തിനാണ്. ഏറ്റവും കൂടുതൽ ഡ്യൂട്ടീസ് ഉള്ളത്, ഓവർലോഡ് ഉള്ളത് ഈ ന്യൂനപക്ഷത്തിനാണ്. ഏറ്റവും കൂടുതൽ പ്രതിയോഗികളുള്ളത് ഈ ന്യൂനപക്ഷത്തിനാണ്. ഏറ്റവും കൂടുതൽ പോരാട്ടമുള്ളത് ഈ ന്യൂനപക്ഷത്തിനാണ്. നീ ശരീരം കൊണ്ട് നേടിയ സർട്ടിഫിക്കറ്റ് നിന്നെ തുണയ്ക്കാതിരിക്കുമ്പോൾ, നീ ശരീരം കൊണ്ട് നേടിയ ബന്ധങ്ങൾ നിനക്ക് തുണയ്ക്കാതിരിക്കുമ്പോൾ, നീ ശരീരം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ നിന്നെ ഉപദേശിക്കാതിരിക്കുമ്പോൾ, ഈ പോർക്കളത്തിനകത്ത് ശരീരം കൊണ്ട് നേടിയതല്ല, ആത്മാവിൽ നീ പ്രാപിച്ചതേ വില പോകത്തുള്ളൂ. ക്രിക്കറ്റ് കളിക്കുന്ന ഒരുത്തൻ പോർക്കളത്തിൽ വരുമ്പോ ക്രിക്കറ്റ് ബാറ്റും കൊണ്ട് വന്നാ പോരാ. ക്രിക്കറ്റ് കളിക്കുന്ന ഒരുത്തൻ പോർക്കളത്തിൽ വരുമ്പോ ആയുധവുമായിട്ടാണ് വരേണ്ടത്. ഹല്ലേലൂയ. ക്രിക്കറ്റ് കളിക്കുന്ന ഒരുത്തൻ കളിക്കളത്തിൽ അവന് ബാറ്റ് ഉപകരിക്കും,
പോർക്കളത്തിൽ അവന് വാളെ ഉപകരിക്കുകയുള്ളൂ. ഇന്ന് രാത്രിയിൽ ഉപദേശിക്കുകയല്ല, ഇന്ന് രാത്രി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വചനമാകുന്ന വാള് പുറപ്പെട്ടു പോയിട്ടില്ലെന്ന്, വിട്ടുപോയിട്ടില്ലെന്ന്, ആ വചനവുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു പോയിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ ആത്മാവ് ചിലരോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. മോനെ തിമോത്തിയോസേ, ശരീരാഭ്യാസം ഒന്നിനും പ്രയോജനമില്ലടാ. ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നും ഇല്ലടാ. നീ കാണാൻ ഇച്ചിര ഭംഗി കുറഞ്ഞാലും, നീ ശരീര സംബന്ധമായ ഭാരത്തിൽ അല്പം കുറഞ്ഞാലും, നീ ആത്മസംബന്ധമായി ഭാരമേറുന്നവനായിരിക്കണം. നിനക്കൊരാത്മഭാരം വേണം, നിനക്കൊരാത്മഭാരം വേണം. മോനെ, ഈ വചനം ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും. ഞാൻ ഇന്ന് രാത്രി ഉറപ്പ് പറയുന്നു, പ്രാർത്ഥന വീരന്മാരെ, നിങ്ങൾ പ്രാർത്ഥനയിൽ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കർത്താവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ദൈവത്തോട് കരയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥനയിൽ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ പ്രാർത്ഥനയിൽ കരയുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവാത്മാവ് ഇന്ന് രാത്രി ജീവനുള്ള ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. നിശ്ചയമായിട്ടും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ള നിങ്ങളെ കൊണ്ട് ഒരു വലിയ പോരാട്ടത്തിലേക്ക് ദൈവം ഇറക്കി, ആ പോരാട്ടത്തിൽ ഒരു വലിയ വിജയം നിനക്ക് ദൈവം നൽകും. ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ അധ്വാനിക്കുമ്പോഴും ഒരു പോരാട്ടത്തിന്റെ വേദിയിലല്ലേ കുഞ്ഞെ? ഒരു പ്രാർത്ഥനയിൽ നീ സ്ഥിരത കാണിക്കുമ്പോഴും പല ഘട്ടങ്ങളിൽ നീ പോരാടേണ്ടി വരുന്നില്ലേ? മനുഷ്യരോട് നിനക്ക് പോരാട്ടമുണ്ട്, വ്യക്തികളോട് നിനക്ക് പോരാട്ടമുണ്ട്, പ്രതിയോഗികളോട് നിനക്ക് പോരാട്ടമുണ്ട്, പിശാചുക്കളോടും ദുരാത്മാക്കളോടും നിനക്ക് പോരാട്ടമുണ്ട്, നന്മയ്ക്കെതിരെ നിൽക്കുന്നതിനോട് പോരാട്ടമുണ്ട്, അനുഗ്രഹത്തിനെതിരെ നിൽക്കുന്നതിനോട് പോരാട്ടമുണ്ട്, നിങ്ങളുടെ വിശുദ്ധിക്കെതിരെ നിൽക്കുന്നതിനോട് പോരാട്ടമുണ്ട്. ഇല്ലേ കുഞ്ഞെ? മനസമാധാനത്തെ കെടുത്തുന്നതിനോട് പോരാട്ടമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നവരോട് ദൂത് കൈമാറുന്നു, ഉപവസിക്കുന്നവരോട് ദൂത് കൈമാറുന്നു, വചനവാഹികളോട് ദൂത് കൈമാറുന്നു. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വിട്ടുപോകാത്ത പോരാട്ടം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ, എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുമ്പോൾ, ഇന്ന് രാത്രി ദൈവം നിങ്ങളെ ശരീര അഭ്യാസത്തിലല്ല, ആത്മീയ അഭ്യാസത്തിൽ തെളിച്ചെടുക്കുകയാണ്. ആത്മീയ അഭ്യാസത്തിൽ തെളിച്ചെടുക്കുകയാണ്. ആരുടെയൊക്കെയോ ആത്മാവിലേക്ക് ഇന്ന് രാത്രിയിൽ ഒരു പുതിയ പുതപ്പ് ദൈവാത്മാവ് പകരുകയാണ്. അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു. 4-ാമത്തെ അധ്യായത്തിൽ തന്നെ 12 മുതലുള്ള വാക്യം നോക്കിക്കേ. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കാം. മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്ക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൗത്യമേറ്റെടുത്ത് കർത്താവിന്റെ പാത പിന്തുടരുന്ന ഒരു മനുഷ്യൻ തുച്ഛീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ദൈവവചനം ഏറ്റെടുത്ത് ഇറങ്ങിയ ഒരു മനുഷ്യൻ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. നശിച്ചു പോകുകയല്ല, അവനെ നശിപ്പിക്കുകയാണ്. ദൈവവചനം കേട്ടിറങ്ങുന്ന ഒരു മനുഷ്യൻ അവനെ
റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ പ്രാർത്ഥിക്കുന്നവൻ കൂടുതൽ റിജക്റ്റ് ചെയ്യപ്പെടും. കൂടുതൽ ഉപവസിക്കുന്നവൻ കൂടുതൽ പോരാട്ടങ്ങൾക്ക് പാത്രമായി തീരും. കൂടുതൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഞാൻ നിന്റെ അടുത്ത് വരുന്നത് വരെ നിന്നിൽ കിടക്കുന്ന കൃപ എന്താണ്? അതൊരു ദൂത. എനിക്ക് ആ വരയില്ല, ഈ വരയില്ല, ആ കഴിവില്ല, ഈ കഴിവില്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പൗലോസ് തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുകയാണ്, നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, പാട്ട് പാടാനായിരിക്കും നിങ്ങൾക്കൊരു കൃപ ദൈവം തന്നേക്കുന്നത്, ഉപേക്ഷയായി വിചാരിക്കരുത്. പ്രാർത്ഥിക്കാനായിരിക്കും ദൈവം കൃപ തന്നേക്കുന്നത്, ഉപേക്ഷയായി വിചാരിക്കരുത്. സ്തോത്രം ചെയ്യാനായിരിക്കും ദൈവം കൃപ തന്നേക്കുന്നത്, ഉപേക്ഷയായി വിചാരിക്കരുത്. അന്യഭാഷ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കാനുള്ള കൃപയായിരിക്കും ദൈവം തന്നേക്കുന്നത്, ഉപേക്ഷയായി വിചാരിക്കരുത്. പക്ഷേ അത് ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക. അപ്പൊ ഇവിടുത്തെ അഭിവൃദ്ധി എന്താന്ന് ചോദിച്ചാൽ ആത്മീയ അഭിവൃദ്ധിയെയാണ് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു വ്യക്തിക്ക് ആത്മീയ അഭിവൃദ്ധി ഇല്ലാതെ ഒരിക്കലും ഭൗതിക അഭിവൃദ്ധി ഉണ്ടാകുകയില്ല. ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കാതെ ഒരിക്കലും ഭൗതിക അഭിവൃദ്ധിയിലേക്ക് നമുക്ക് എത്തപ്പെടാനും കഴിയുകയില്ല. നമ്മിൽ കിടക്കുന്ന കൃപാവരത്തെ കുറിച്ച് ബോധമുള്ളവരും തിരിച്ചറിവുള്ളവരും ആ കൃപാവരം കൊണ്ട് അഭ്യസിക്കുന്നവരുമായിരിക്കുന്നവനെ ദൈവം മാനിക്കും, ദൈവം അനുഗ്രഹിക്കും. നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് നീ ഇത് കരുതുക. 12-ാമത്തെ വാക്യം, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിൽ, നടപ്പിൽ, സ്നേഹത്തിൽ, വിശ്വസ്തതയിൽ, നിർമ്മലതയിൽ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തിന് നിശ്ചയമായിട്ടും ചിലരുടെ മുമ്പിൽ നിങ്ങളെ ഒന്ന് അവതരിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം മാനിച്ച ഒരു വ്യക്തിയാ ഞാന്, ദൈവം അനുഗ്രഹിച്ച ഒരു വ്യക്തിയാ ഞാന്, ഞാൻ ദൈവത്തെ വിശ്വസിച്ചിറങ്ങിയെങ്കിൽ കർത്താവ് എന്നെ കൈവിട്ടില്ല എന്ന് നിങ്ങൾക്ക് ചിലരുടെ മുമ്പിൽ തെളിയിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളെ കൊണ്ടും ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ചിലരുടെയൊക്കെ മുമ്പിൽ നിങ്ങളുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾക്ക് വെളിപ്പെടുത്തേണ്ട ഒരു ഘട്ടത്തിലായിരിക്കും നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ പൗലോസ് ഇവിടെ പറയുന്ന 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. ഒന്ന്, നിന്നെ ദൈവം വിളിച്ചതെന്തിന് എന്ന് ആദ്യം നീ അറിയണം. 2, നിങ്ങളിൽ ഇട്ടിരിക്കുന്ന കൃപാവരം എന്ത് എന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൃപാവരമാണോ അതോ ദൈവത്തിന് ഇഷ്ടമുള്ള കൃപാവരമാണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നിങ്ങളിൽ കിടക്കുന്ന കൃപാവരം എന്താന്നുള്ളത് നിങ്ങൾ അറിയണം. എന്നെ കാണുന്ന നിങ്ങളോട് ദൈവാത്മാവ് പറയുകയാണ്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ കൃപയ്ക്കകത്ത് നിങ്ങൾ അഭ്യസിക്കണം. ഈ കൃപ ശരീരത്തിനുള്ളതല്ല, ഈ കൃപ ആത്മാവിനുള്ളതാ. ഈ കൃപ ശരീരം കൊണ്ട് അഭ്യസിക്കാനുള്ളതല്ല, ഈ കൃപ ആത്മാവ് കൊണ്ട് അഭ്യസിക്കാനുള്ളതാ. ആത്മാവ് കൊണ്ട് അഭ്യസിക്കേണ്ട ഈ കൃപയെ കുറിച്ച് നീ ബോധമുള്ളവനാകുകയും പ്ലസ് താഴോട്ട് പറയുന്നു, ഞാൻ വരുന്നതുവരെ വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. വായന എന്ന് പറയുന്നത് ദൈവവചന വായന, ദൈവത്തിന്റെ ഉപദേശം, പിന്നെ പരിശുദ്ധാത്മാവിലുള്ള സമർപ്പണം, ആ കൃപാവരങ്ങളിലുള്ള ശ്രദ്ധ, അതിനെ ജ്വലിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവര ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കണം. ഞാനൊരു ദൂത് പറയാ കേട്ടോ. ഇവിടെ എനിക്ക് ഒരു അഭിവൃദ്ധി ഇല്ല പാസ്റ്ററെ, കടഭാരം മാത്രമേ ഉള്ളൂ, മൂക്കറ്റം കടഭാരം മാത്രമേ ഉള്ളൂ, എനിക്കിവിടെ ഒരു സുഖവും ഇല്ല പാസ്റ്ററെ, എനിക്ക് കണ്ണുനീർ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ അഭിവൃദ്ധി 10 പേർ അറിയുന്നത് എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ ആത്മാവിൽ അഭ്യാസിയായി തീരുമ്പോഴാണ്. ആമേൻ. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. വീണ്ടും നമ്മൾ വായിച്ച വചനത്തിലേക്ക് ഞാൻ പോകുന്നു. ഒരു സമാധാനപുത്രൻ നിങ്ങൾ കടന്നു പോകുന്ന ആ ഭവനത്തിലുണ്ടെങ്കിൽ
ഈ വാക്ക് അവിടെയുള്ള സമാധാനപുത്രൻ വിശ്വസിക്കുന്നു എങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെയുള്ള സമാധാനപുത്രൻ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഉറപ്പായും നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ. ദൈവം തെരഞ്ഞെടുത്ത വയലുകളെ, ദൈവം ഇറങ്ങി നിൽക്കുന്ന വയലുകളെ, അവിടുത്തെ കൊയ്ത്തിനു വേണ്ടി ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഉപയോഗിപ്പാൻ ഈ വചനം നിങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ്. നിങ്ങളിൽ കിടക്കുന്ന കൃപയെക്കുറിച്ച് നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കാതെ, നിങ്ങളിൽ കിടക്കുന്ന ആത്മീക മൂല്യത്തെക്കുറിച്ച് അവബോധമില്ലാത്തവരാകാതെ, ഇന്ന് കേട്ട വചനത്തിനകത്ത് ഒരു സമാധാനപുത്രൻ ഞാനാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഈ വചനത്തിലെ സമാധാനം, ഈ വിശ്വാസയോഗ്യമായ സമാധാനം നിങ്ങളുടെ മേൽ വസിക്കാനായി പോകുന്നു. നിങ്ങളുടെ മേൽ വസിക്കാനായി പോകുന്നു. നിങ്ങളുടെ മേൽ വസിക്കാനായി പോകുന്നു. ആ സമാധാനം നിങ്ങളുടെ മേൽ വസിക്കും. കേട്ട വചനത്തിനകത്തുള്ള സമാധാനം നിങ്ങളുടെ മേൽ വസിക്കും. നിങ്ങളുടെ മേൽ കിടക്കുന്ന കൃപ അത് ആത്മീയ അഭ്യാസത്തിനുതകും. അത് ആത്മീയ അഭ്യാസത്തിനുതകും. നിങ്ങളെ ശരീര സംബന്ധമായി ബന്ധിച്ചെങ്കിൽ നിങ്ങൾ ശരീരം കൊണ്ട് അഭ്യസിക്കുന്നതിന് പകരം ആത്മാവ് കൊണ്ട് അഭ്യസിക്കാൻ ഇന്ന് രാത്രി തയ്യാറാകുക. ശരീരം കൊണ്ട് അഭ്യസിക്കുന്നതിന് പകരം ആത്മാവ് കൊണ്ട് അഭ്യസിക്കാൻ. ഹംദന രഗലക മധുരിപികടക അധുരിപികടക ശംദുനെ, നിങ്ങൾ ആത്മാവ് കൊണ്ട് അഭ്യസിക്കുന്നവരാകാൻ, ആത്മാവ് കൊണ്ട് അഭ്യസിക്കുന്നവരാകാൻ ഇത് രാത്രി ദൈവാത്മാവ് ചിലരെ തെരഞ്ഞെടുക്കുകയാണ്. ഓ ഷിയാൽ മാൽവറബോ സിയാർഥേനിയബ. Come on. ആ ശരീരത്തിന് നേരെ വീണ ബന്ധനം ആത്മാവിന്റെ ശക്തിയിൽ അഴിഞ്ഞു തുടങ്ങട്ടെ. ആ ശരീരത്തിൽ വീണ കെണി, ആ ശരീരത്തിൽ വീണ കെണി യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ ശക്തിയിൽ അഴിഞ്ഞു തുടങ്ങട്ടെ. ആ ശരീരത്തിൽ വീണ മടുപ്പ് ആത്മാവിന്റെ ശക്തിയിൽ നീക്കം ചെയ്യപ്പെടട്ടെ. ഹോളി സ്പിരിറ്റ്. ചിന്നിയവരും കുഴങ്ങിയവരുമായി കിടക്കുന്ന അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ ഇടയന്റെ പക്ഷത്തിലേക്ക് ദൈവം നിങ്ങളെ ഇന്ന് രാത്രി തെരഞ്ഞെടുക്കുകയാണ്. ചിന്നിയവരും കുഴങ്ങിയവരും, ആത്മീയ ജീവിതത്തിൽ ഒരു മെച്ചയില്ലാതെ വളർച്ചയില്ലാതിരിക്കുന്ന ചിലരെയൊക്കെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ചിന്നിയവരും കുഴങ്ങിയവരും, ആത്മീയ ജീവിതത്തിൽ ചിന്നിപ്പോയി, ആത്മീയ ജീവിതത്തിൽ കുഴങ്ങിപ്പോയി, ആത്മീയ ജീവിതത്തിൽ ഒരു മെച്ചയില്ല, ആത്മീയ ജീവിതത്തിൽ ഒരു മുന്നേറ്റമില്ല. അങ്ങനെയുള്ളവരെ ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. നിന്റെ ആത്മാവിലേക്ക് ഇന്നൊരു അഭ്യാസത്തിന് തികഞ്ഞ ശക്തി വെളിപ്പെടുന്നു. ശക്തി വെളിപ്പെടുന്നു. ശക്തി വെളിപ്പെടുന്നു. ശക്തി വെളിപ്പെടുന്നു. ശക്തി വെളിപ്പെടുന്നു. നിന്നെ ശക്തനാക്കുന്ന യേശു, നിന്നെ ശക്തനാക്കുന്ന യേശു. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതായിരിക്കുമ്പോൾ ആത്മീയ അഭ്യാസം അധികം പ്രയോജനമുള്ളത്. ഇതുവരെ ജയിക്കാൻ കഴിയാത്ത ചില മേഖലകളെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയണമെങ്കിൽ ആത്മീയ അഭ്യാസത്തിന്റെ മുറകൾ ഇന്ന് രാത്രി പഠിക്കണം. ആത്മീയ അഭ്യാസത്തിന്റെ മുറകൾ അത് ദൈവം ചിലരെ ടീച്ച് ചെയ്യാൻ പോവുക. ആത്മാവിൽ തന്നെ അത് എഴുതി ചേർക്കുക. ദൈവം ചിലർക്ക് ആത്മാവിൽ തന്നെ അത് എഴുതി ചേർക്കുക. ആത്മാവിൽ തന്നെ അത് എഴുതി ചേർക്കുക. ആത്മാവിൽ തന്നെ അത് എഴുതി ചേർക്കുക. അഭ്യാസത്തിന്റെ മുറകൾ. പിതാവ്, എന്നെ കാണുന്ന ഈ ദൈവജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പാ, എന്നെ കാണുന്ന ഓരോ വ്യക്തികളെയും ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ നാഥ. ഇവരിന്ന് കേട്ട വചനത്താൽ ഇവർ ശക്തീകരിക്കപ്പെടട്ടെ. ഇവർ തികഞ്ഞ ആത്മീയ അഭ്യാസികളായി തീരട്ടെ. ഇവരുടെ ഭവനങ്ങളിലെ സമാധാനപുത്രരാകുന്ന ഇവരുടെ മേൽ കേട്ട വചനത്തിന്റെ സമാധാനം അത് വസിക്കട്ടെ. ഇവരെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. അങ്ങ് അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും കാവലും ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കളോടും ഇന്നും എന്നും കർത്താവിന്റെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ചെയ്തു നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് അയക്കാം, അല്ലെങ്കിൽ വിളിക്കാം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അടുത്ത ദിവസം കാണുന്നത് വരെ
അത്യുന്നതിൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സൂക്ഷിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം.